ഈ പേരൻസ് പിള്ളേരോട് എങ്ങനെ പെരുമാറണം, പിള്ളേരെങ്ങനെ പേരൻസിനോട് പെരുമാറണം, എങ്ങനെ പിള്ളേരെ വളർത്തണം, ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലല്ല. വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിലാണ്. എങ്ങനെയാണ് പിള്ളേരെ വളർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പ്രയോറിറ്റീസ് എന്തായിരിക്കണം എന്നൊന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം വേദപുസ്തകത്തിൽ 2 തരം ഉപദേശങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 2 തരം ഉപദേശങ്ങൾ. ഒന്ന് പത്യോപദേശങ്ങൾ നമ്മൾ വിളിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്ട്രിൻസ് ആണ് പത്യോപദേശങ്ങൾ. മറ്റൊന്ന് ധർമ്മോപദേശങ്ങൾ അല്ലെങ്കിൽ മോറൽ ടീച്ചിങ്സ് എന്ന് പറയുന്നൊരു വിഭാഗമാണ്. ഈ 2 വിഭാഗം ടീച്ചിങ്സ് നമുക്ക് ബൈബിളിൽ എല്ലായിടത്തും കാണാം. പത്യോപദേശം അല്ലെങ്കിൽ ടീച്ചിങ് ഓഫ് ദ സൗണ്ട് ഡോക്ട്രിൻ, ഉപദേശ രൂപം. ആ ഉപദേശ രൂപത്തിൻ്റെ പ്രബോധനം ആണ് സഭയിൽ ആദ്യം നടക്കേണ്ടത്. അതിൽ നിന്നാണ് മോറൽ ടീച്ചിങ് ഉണ്ടാകുന്നത്, സന്മാർഗ ഉപദേശം ഉണ്ടാകുന്നത്. ഈ സന്മാർഗ ഉപദേശം ലോകത്തിൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് സന്മാർഗ ഉപദേശം കടമെടുക്കാൻ പറ്റില്ല. അത് ഈ പത്യോപദേശത്തിൽ തന്നെ വേണം. ഈ പത്യോപദേശത്തിൽ നിന്ന്, അതായത് സൗണ്ട് ഡോക്ട്രിനിൽ നിന്നുള്ളൊരു മോറൽ ടീച്ചിങ് ഉണ്ടാകണമെങ്കിൽ ആദ്യം സൗണ്ട് ഡോക്ട്രിൻ എന്താണെന്ന് മനസ്സിലായി. ഇതാണ് എൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ 1, 2, 3 ഇൻസ്റ്റൻസസ് നിങ്ങളോട് പറയാം, എൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പഴയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും വായിക്കുന്നുണ്ട്, സദൃശവാക്യങ്ങളിലുമൊക്കെ, മക്കളെ തല്ലി വളർത്തണം. ആധുനിക മനഃശാസ്ത്രം പറയുന്ന മക്കളെ തല്ലുക ചെയ്യരുതെന്നാണ്. എന്നാൽ സദൃശവാക്യങ്ങളിൽ നമ്മൾ ത്രൂ ഔട്ട് വായിക്കുന്നത് പിള്ളേരെ തല്ലി വളർത്തണം. അങ്ങനെയാണ് നമ്മുടെ പഴയ നിയമത്തിൻ്റെ ഉപദേശം മുഴുവൻ പഠിപ്പിക്കുന്നത്. പുതിയ നിയമം അങ്ങനെ തന്നെയാണോ പറയുന്നത്? എന്തെങ്കിലും വ്യത്യാസം പുതിയ നിയമത്തിലുണ്ടോ? നിങ്ങൾ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും പിള്ളേരെ തല്ലണം എന്ന് എഴുതിയത് വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാനൊരു ചെറിയ സംഭവം നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയ സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പം, മിഷണറീസ് ആയിരിക്കുമ്പം, അവിടെ ഞങ്ങൾക്ക് ഒരു മോനുള്ളപ്പോഴാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ഞങ്ങളുടെ സ്വന്തം മോനുള്ള സമയത്താണ് ഞങ്ങളവിടെ ആന്ധ്രയിൽ മിഷണറീസായിട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഞങ്ങളൊരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്തു, മകളായിട്ട് എടുത്തു. ഇവിടെ ഭയങ്കര പാടായിരുന്നു ഇവിടെ വളർത്താൻ. കാരണം ഈ കുഞ്ഞുങ്ങളുള്ളവർ വേറൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രോബ്ലം, നമ്മൾ വലിയ എന്തോ സഹായം ഈ കൊച്ചിന് ചെയ്തു കൊടുത്ത പോലെ നമ്മുടെ ചിന്ത. അതായത് നമ്മളില്ലായിരുന്നെങ്കിൽ ഇവള് എതിലേലും പോയി നശിച്ചു പോകേണ്ട കൊച്ച. അപ്പം ഞാൻ ചെയ്ത വലിയ കാര്യമാണ്. ആർക്ക്? എനിക്ക്. ഈ കൊച്ചിന് എല്ലാ ദിവസവും എന്നെ എടുത്ത് വളർത്തിയതിനായിട്ട് നന്ദി പാപ്പ എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയല്ല. അവൾക്ക് അറിയത്തില്ല. അവൾക്ക് 3 വയസ്സുള്ളൂ. അവൾക്കൊന്നും അറിയത്തില്ല. അവൾക്ക് അവളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നടക്കണം, അവളുടെ ഇഷ്ടങ്ങൾ നടക്കണം. അത്രയേ ഉള്ളൂ. ഈ അവളുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഇഷ്ടങ്ങളല്ല. കാരണം ഞങ്ങളുടെ പ്രകൃതമല്ല, ഞങ്ങളുടെ കണ്ടല്ല വളർന്നേക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയല്ല, വീട്ടിൽ കയറിയിരിക്കാൻ ഇഷ്ടമില്ല, സന്ധ്യ ആയാലും രാത്രിയായാലും റോട്ടിൽ കൂടെ നടക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ വീടിനകത്ത് ടോയ്ലറ്റിൽ പോകാൻ ഇഷ്ടമില്ല, റോഡിൻ്റെ സൈഡാണ് അവൾക്ക് പറ്റുള്ളൂ. അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. 6 മണിയാകുമ്പോഴെങ്കിലും വീട്ടിൽ കയറണ്ടേ? കുഞ്ഞുങ്ങൾ കയറില്ല. കരച്ചിലോട് കരച്ചിലായിരിക്കും. വിളിച്ച വേറെ ആരും ഇല്ല താനും ഇവളോട് പറയാൻ. കരച്ചിൽ കൂടി രാത്രിയായാലും വീട്ടിൽ കയറാത്ത അവസ്ഥ വന്നു. ഇവൾക്ക് ഇവിടുത്തെ ടോയ്ലറ്റും ഇവിടുത്തെ ആഹാര രീതികൾ ഒട്ടും പറ്റത്തില്ല. അവൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസ എടുത്തുകൊണ്ട് പോയി റോഡിൻ്റെ വഴിയിലിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കൂടിലൊക്കെ പൊതിഞ്ഞു വരുന്ന പലതരം പലഹാരങ്ങൾ കഴിച്ച് ജീവിച്ചവൾ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അൺഅക്സെപ്റ്റബിളാണ്. ഇങ്ങനെയായപ്പോൾ ഒരു തരത്തിലും ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. എടുത്തു മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമം. ഇവള് രാത്രി മുഴുവൻ എന്തെങ്കിലും കാര്യത്തിന് കരച്ചിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്നത്, അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ കരച്ചിൽ കൊണ്ട് ഒരു രക്ഷയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പുള്ളിയെ ആ സമയത്ത്
പുള്ളിയുടെ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, പുള്ളി കിടപ്പാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു രാത്രിയിൽ ഇവളുടെ കരച്ചിൽ കേൾക്കുമ്പം എഴുന്നേറ്റ് എതിലെങ്കിലും ഓടണമെന്ന് തോന്നും, പക്ഷേ ഈ കിടപ്പായതുകൊണ്ട് അതും വയ്യ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടേ കള, അല്ലെങ്കിൽ വീട് മാറിക്കളാൻ പറഞ്ഞു. ഇവരെന്നിട്ട് ഈ പുള്ളിയുടെ മകനെ വിട്ട് ഞങ്ങൾക്ക് വേറെ വീട് അന്വേഷിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കയ്യിൽ നയാ പൈസ ഇല്ല. ഈ വീട് എടുക്കണമെങ്കിൽ അതിന് സെക്യൂരിറ്റി കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം. ഇവിടെ 1500 രൂപ വാടകയാണ്. 1500 രൂപയാണ് ഞങ്ങൾക്ക് ആകെ അലവൻസ് ആയിട്ട് എവിടെ നിന്നൊക്കെ വരുന്നത്, 1500 രൂപ. അപ്പോൾ ഇവർ വാടക അധികം മേടിക്കാതെ, ഇവർ രഹസ്യമായിട്ട് ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട് വാടകയൊന്നും മേടിക്കാതെ ഒരു മന്ത് പെൻഡിങ്ങും 2 മന്ത് പെൻഡിങ്ങും ഒക്കെ ആയി കറികളൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അങ്ങനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവ് എന്ത് ചെയ്യും ഈ കൊച്ചിനെ? എടുക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ മോനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോബ്ലം ഇല്ല. അവൻ ചെറുപ്പത്തിലെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആൻഡ് ഡീസൻ്റ് ആയിരുന്നു. ചെറുപ്പത്തിലെ വൈകിട്ട് ഒരു 8:45 ഉറങ്ങിയ രാവിലെ 6:45 വരെ നോ ഡിസ്റ്റർബൻസ്. ഒരു രാത്രി മാത്രം എൻ്റെ ഭാര്യ അവന് വേണ്ടി കണ്ണു തുറന്ന് ഉറക്കവിളിച്ചിരുന്നിട്ടുള്ളൂ. ചെറുപ്പത്തിൽ പോലും അവൻ്റെ ഡ്രസ്സ് ചെളിയാവത്ത് പോലും ഇല്ലായിരുന്നു. 1.5 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ, 1 വയസ്സാകുമ്പോൾ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് അത്ഭുതകരമായിട്ട്, അതായത് എൻ്റെ ഭാര്യയുടെ കാലേ കിടന്ന് കാലിൻ്റെ ഇടയിൽ ഒരു പേപ്പർ വെച്ച് അങ്ങനെ പോവുള്ളൂ, അല്ല പോവില്ല, അങ്ങനെ കിടത്തിയാൽ മാത്രമേ പോവുള്ളൂ. 1 വയസ്സായപ്പോഴേക്കും അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒരു തരത്തിലും യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകാതെയാണ് ഇവൻ വളർന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ക്രൂശിൽ പോയി മരിക്കാൻ പറഞ്ഞ് സന്തോഷമായിട്ട് പോയി മരിച്ച ഒരു പുത്രനുണ്ടായിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ ദത്തെടുത്തത്. ഞാൻ നിന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ എന്താണെന്ന് നിനക്ക് മനസ്സിലാണെങ്കിൽ നീ കൊച്ചിനോട് ക്ഷമിച്ചുകൊണ്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ദൈവം ഇങ്ങനെ സുന്ദരമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്ന. ഞാൻ പോയി എൻ്റെ പഴയ ബൈബിൾ കോളേജിലെ നോട്ടുകളെല്ലാം വലിച്ചു കയറി പറപ്പിച്ചു. അങ്ങനെയാ, ഈ അക്ഷരങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. എന്നെ ദൈവം ദത്തെടുക്കുമ്പം ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അവൻ്റെ മകൻ്റെ സ്വഭാവമല്ല. അവൻ്റെ വീട്ടിൽ കയറ്റി ഇരുത്തി, പക്ഷെ അവൻ്റെ മകൻ്റെ പ്രകൃതമല്ല, നേരെ ഓപ്പോസിറ്റ് പ്രകൃത. പക്ഷെ എന്നോട് ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് ഞാൻ എൻ്റെ മക്കളോട് പെരുമാറാനുള്ള പാറ്റേൺ. പുതിയ നിയമത്തിൻ്റെ സ്ട്രക്ചർ എല്ലാം വേറെയാണ്. വേൾഡ് വ്യൂ എന്നൊരു വാക്കുണ്ട് ഫിലോസഫിയിൽ. വേൾഡ് വ്യൂ എന്തെങ്കിലും ഫിലോസഫി ആയിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് വേൾഡ് വ്യൂസ്. വേൾഡ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വീക്ഷണകോൺ എന്നാണ് അതിന് യഥാർത്ഥത്തിൽ അർത്ഥം. ലോകത്തെ നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യൻ വീക്ഷണകോൺ, അത് വിശദീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ കാരണം, സാധാരണ മക്കളെ വളർത്താനുള്ള ക്ലാസ്സുകളൊക്കെ ധർമ്മോപദേശങ്ങളാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. പക്ഷേ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. വളരെ സന്തോഷം, അത് ന്യായമല്ലോ. ഇത് മക്കൾ എപ്പോഴും വായിക്കണമെന്ന് മാതാപിതാക്കളുടെ ആഗ്രഹം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മകൻ സൺഡേ സ്കൂളിൽ ചർച്ചിൽ പറയാൻ വേണ്ടി ഒരു വാക്യം ചോദിച്ചപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തത് സദൃശ്യവാക്യങ്ങളിൽ മക്കളെ അപ്പനെ അനുസരിക്കണം എന്നുള്ള കാര്യമാണ്. അവനത് പാവം പോയി പറഞ്ഞ്, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് വാഗ്ദത്തത്തോടു കൂടി ആദ്യത്തെ കൽപ്പനയാകുന്നു. അടുത്ത വാക്യം, പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ വാക്യം? നിങ്ങൾക്ക് ഈ വാക്യം ഇഷ്ടമാണോ? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ ദേഷ്യം പിടിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഗോഡ്സ് ഡിസിപ്ലിനിങ്.
അതിനകത്ത് ഞാനിവിടെ കാണുന്നത്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇപ്പോൾ ലാംഗ്വേജ് അതിനിട്ടത് കിങ് ജെയിംസ് ആണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. ബട്ട് ബ്രിങ് ദം അപ്പ് ഇൻ ദ നേർച്ചർ ആൻഡ് അഡ്മോണിഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതേ വ്യവഹാരത്തോടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് ഇടപെടുക എന്നാണ്. ദാറ്റ് റിക്വയർസ് സോ മച്ച് ഓഫ് ബാലൻസ്. അതുമാത്രമല്ല, ഈ അഡ്മോണിഷൻ എന്നുള്ള വാക്ക് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു, നോക്കിക്കേ. മലയാളത്തിൽ എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിൽ, ബാലശിക്ഷ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസിപ്ലിനിങ്, നർച്ചറിങ്, പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ധർമ്മോപദേശത്തിലല്ല. ധർമ്മോപദേശത്തിലാണെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പിള്ളേരെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, they should know the sound doctrines of the church, sound doctrines of the faith. അല്ലാതെ മക്കളെ അപ്പനെ അമ്മയെ അനുസരിക്കണം, എന്താ നിങ്ങൾ നല്ലപോലെ പഠിക്കണം, കൃത്യമായിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം വേണം. പക്ഷെ അതിനു മുൻപ് they should understand why I should do that. ഇത് മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായമുള്ള പിള്ളേരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, കുഞ്ഞു പിള്ളേരെ കുറിച്ചല്ല. കുഞ്ഞു പിള്ളേരെ അല്ലെങ്കിൽ നമ്മൾ തല്ലാതെ വിടുന്നതല്ലേ കുറച്ചുകൂടെ. ഓക്കെ, അപ്പോൾ തല്ലണോ വേണ്ടോ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരുക. We need to find a New Testament mandate for parenting and child rearing, അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ഭയങ്കര ടഫാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം. നിങ്ങൾക്കൊന്നും പാസ്റ്ററൊന്നും അറിയത്തില്ല ഞങ്ങളുടെ പിള്ളേർ എന്താ ടൈപ്പ് സാധനങ്ങളാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പത്യോപദേശത്തിൽ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളത്, ഈ പത്യോപദേശത്തിൻ്റെ വലിയൊരു അപകടം, നമ്മൾ ഈ എഫ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ തീരുന്നവരെ, 3-ാം അധ്യായം തീരുന്നത് വരെ 3:21 വരെ പത്യോപദേശമാണ്. 4 തൊട്ടാണ് ധർമ്മോപദേശം. 4ന്റെ 1 ധർമ്മോപദേശം ആരംഭിക്കുകയാണ്. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ക്ലിയർ ആണ്. ഐ therefore, അതുകൊണ്ട് ഞാൻ. ഏതുകൊണ്ടാണെന്നറിയോ? ഇത്രയും പത്യോപദേശം നമുക്ക് കിട്ടിയത് കൊണ്ട്. മലയാളത്തിൽ അതില്ല, ആ therefore. അതുപോലെ തന്നെ റോമാലേഖനം 11 അധ്യായങ്ങൾ, ആദ്യത്തെ 11 അധ്യായങ്ങൾ പത്യോപദേശമാണ്. പെട്ടെന്ന് 12ലേക്ക് വരുമ്പം വായിച്ചേ, 1:12. മലയാളത്തിൽ അവിടെയും therefore ഇല്ല. ഇംഗ്ലീഷ് നോക്കി, ഐ ബിസീച്ച് യു therefore. എന്ത് കാരണത്താൽ? ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ ഉപദേശങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. സോ ലൈഫ് ഹാസ് ടു സ്പ്രിങ് ഔട്ട് ഓഫ് ദ സൗണ്ട് ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ. എന്തുകൊണ്ട്? റോമാലേഖനത്തിൻ്റെ തന്നെ 6-ാം അധ്യായം 17-ാം വായിക്കുമ്പോൾ, നിങ്ങൾ ഇത്തിരി നേരം ക്ഷമിക്കുക, നമ്മൾ പേരൻറ്റിങ്ങിലോട്ട് വരുവാണ്. പക്ഷെ ആദ്യം ഇതിൻ്റെ പുറകിലുള്ള മെക്കാനിസം എന്താണെന്ന് മനസ്സിലാണ്. റോമർ 6:17, എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ, അതെങ്ങനെ എഴുതിക്കുന്നത്? ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ, നീതിയുടെ സെർവൻസ് ആൻഡ് സ്ലേവ്സ് ആയി മാറണമെങ്കിൽ, ധർമ്മോപദേശത്തിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ അനുസരണം പോരാ, അവൻ പത്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ ഉള്ള ആളായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവന് ഉപദേശത്തിലെത്തിയെങ്കിൽ മാത്രമേ അവനെ നന്നാക്കാൻ സാധിക്കുള്ളൂ. അവൻ നീതിയുടെ അടിമയായി മാറാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ എയിം ഈസ് നോട്ട് ടു മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ, ബട്ട് ബിലീവിങ് ചിൽഡ്രൻ ഹു ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടുന്ന കുഞ്ഞുങ്ങളായി വരിക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്ക് ഈ പത്യോപദേശം മുഴുവൻ പഠിപ്പിക്കാൻ ഇപ്പം സമയമില്ലല്ലോ. കാരണം നിങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം ധർമ്മോപദേശമാണ്. ഒന്നുകൂടെ കേട്ടോ ഞാൻ പറഞ്ഞ വേണമെങ്കിൽ, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം എന്താണെന്നറിയോ? പത്യോപദേശമല്ല, ധർമ്മോപദേശം. പത്യോപദേശം ബോറിങ്ങാണ്. ധർമ്മോപദേശം ഭയങ്കര രസമാണ്. നിങ്ങൾ മോഷ്ടിക്കരുത്, കൊല്ലരുത്. അപ്പം നമ്മളാരും അധികം പേരും ചെയ്യുന്നില്ല. താനും ചെയ്യുന്ന വേറെ കുറേ ആൾക്കാർ നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. ഇതൊക്കെ നല്ല രസമാണ്. പക്ഷേ പത്യോപദേശം എളുപ്പമല്ല. പത്യോപദേശം ഗ്രഹിക്കാൻ പാടാ. അത് കുഞ്ഞുങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ. ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ പത്യോപദേശം ഗ്രഹിക്കാൻ അത്രയും കൂടെ പാടാ. അതുകൊണ്ട് യൗവനകാലത്ത് തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞാൽ പത്യോപദേശങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഞാനിതെല്ലാം പറയാൻ കാരണം, ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. എൻ്റെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സുകാരൊക്കെ ആയിരുന്ന സമയത്ത്
അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് കുറച്ചൊക്കെ അന്നത്തെ കാലത്തനുസരിച്ച് കുറച്ചൊക്കെ മനസ്സിലായതുകൊണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജീവനെ അറിയുക, ക്രിസ്തുവിനെ അറിയുക. കുഞ്ഞുങ്ങൾ ആ പുതിയ നിയമത്തിൻ്റെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആത്മാവിലുള്ള ജീവിതം ചെറുപ്പത്തിലേ ആസ്വദിച്ച് തുടങ്ങുക. പക്ഷെ അത് അപ്പനും അമ്മയും വിശ്വാസി ആയതുകൊണ്ടോ ഒന്നും നടക്കില്ല. അത് ദൈവത്താൽ തന്നെ സംഭവിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നത് എന്താണ്? ജോൺ ചാപ്റ്റർ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് നമുക്കറിയാവുന്ന വാക്യം. അടുത്ത വാക്യമാണ് എൻ്റെ പ്രശ്നം. അവർ ജനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ദൈവമക്കളാകുന്ന എങ്ങനെയാണെന്നറിയോ? രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞ അപ്പനും അമ്മയും വിശ്വാസിയാണ് എന്ന് വിചാരിച്ച് മക്കളാവില്ല. വേണമെങ്കിൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന പോലെ ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. അപ്പനും അമ്മയും ബൈബിൾ വായിക്കുന്ന പോലെ രാവിലെ ബൈബിൾ വായിച്ചോടാ എന്ന് ചോദിക്കാം. അവൻ ചിലപ്പോൾ എഴുന്നേറ്റ് പോയി ബൈബിൾ വായിക്കും. 2 ദിവസം വായിച്ചില്ലെങ്കിൽ പറഞ്ഞു, നീ ബൈബിൾ വായിക്കാറുണ്ടോ എല്ലാ ദിവസവും? അതുകൊണ്ടാണ് നിനക്ക് മാർക്ക് കുറഞ്ഞു പോയത്. മാർക്ക് കുറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. എന്ത് കഷ്ടപ്പാടാന്ന് നോക്കിയാൽ രാവിലെ എഴുന്നേറ്റിട്ട് എന്നാൽ പിന്നെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ്. ഓക്കെ, ഞാൻ ബൈബിൾ വായിച്ചു. അവൻ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ബൈബിളിനെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ഇതൊരു വലിയ ഭാരമായിട്ട് അവൻ്റെ തലയിലേക്ക് വന്നിരിക്കുന്നു. ചെറുപ്പത്തിലെ ഭാരമായിട്ട്. കാരണം എന്താ പറയുക? ജീവനില്ലാതെ നമ്മൾ എന്തിനെ അനുസരിച്ചാലും അത് ഭാരമാണ്. ചില അപ്പനമ്മമാർ പിള്ളേരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരുന്ന് എഴുന്നേക്കല്ല, അവരുടെ നാടി തൂങ്ങി വീഴും. അപ്പം പിള്ളേർ വിചാരിക്കുക അപ്പം പ്രാർത്ഥിച്ചാൽ കുറച്ചു നേരം കൊണ്ട് നിർത്തും, അമ്മ പ്രാർത്ഥിച്ചാൽ 2 മണിക്കൂറാവും. അപ്പം പ്രാർത്ഥിച്ചാൽ മതി, പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ അതാ വഴി. മടുപ്പാ. ജീവനില്ലാത്ത പ്രായത്തിൽ ഇവർക്ക് ഇത്രയും വലിയ മതത്തിൻ്റെ ഭാരം എടുത്തു വെച്ചാൽ കുറേ കഴിയുമ്പോൾ ഇവർ പേടിച്ച് എക്സാമിനേഷൻ തോറ്റു പോവോ അല്ലെങ്കിൽ നല്ല കല്യാണം നടക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അനുസരിച്ചെന്ന് വരാം. അതുകൊണ്ടൊന്നും ജീവൻ പ്രാപിക്കാൻ പറ്റില്ല. വി വിൽ ഗിഫ്റ്റ് ദം എ റിലീജിയൻ ദാറ്റ്സ് ഡെഡ് ആൻഡ് പവർലെസ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കിതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ജീവൻ പ്രാപിച്ചവരാവണം. അതുതന്നെ ഇന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ ഇന്നത്തെ സഭകളുടെ ദയനീയാവസ്ഥ കൊണ്ടാണ് പറയുന്നത്. അതായത് ഞാനൊരു ചർച്ച ചെന്നപ്പം പിള്ളേരോടൊന്ന് സംസാരിക്കാൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കൗമാരപ്രായത്തിലുള്ള പിള്ളേരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു പിള്ളേരോട് കഥ പറയണമെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടണം. ഒരു ഗ്രൂപ്പ് കുഞ്ഞു പിള്ളേരുടെ കഥ പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ മനസ്സ് ഇതിലേ പോകുന്നത് കണ്ടുപിടിക്കാൻ എനിക്കറിയാൻ പറ്റില്ല. ഒരാൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് നോക്കും. അപ്പം ഞാൻ ഇവരോട് സംസാരിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സംഭവം ഒന്ന് പറയാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് എന്താണെന്നറിയാമെങ്കിൽ ഞങ്ങൾ ICPFൻ്റെ ക്യാമ്പ്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, എൻ്റെ ദൈവമേ ICPFൻ്റെ ക്യാമ്പാണല്ലോ, അപ്പം ചിലപ്പം രക്ഷിക്കപ്പെട്ട് കാണുമായിരിക്കും. കാരണം ഏതായാലും ചർച്ചിൽ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരങ്കിൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര പാപബോധം ഉണ്ടായി. ഈ പാപബോധം ഉണ്ടാകുന്ന എന്നൊക്കെയാണെന്നറിയാം? അപ്പനമ്മയെ അനുസരിക്കാത്തതും അല്ലേ? അതൊക്കെ എല്ലാ സഭകളിലും മതങ്ങളിലും ഉള്ള പാപബോധമാണ്. ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ലോകത്തുള്ള എല്ലാ മതങ്ങളിലും എന്തുണ്ട്? ഈ പാപബോധമുണ്ട്. കള്ളം പറഞ്ഞു, നമുക്ക് മാത്രമുള്ളത്. അത് വിട്ടാൽ എല്ലാവരും രക്ഷിക്കപ്പെടുമെങ്കിൽ എല്ലാ മതത്തിലും രക്ഷയുണ്ട്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? മുഴുവൻ കുഴപ്പമില്ല സഹോദരങ്ങളെല്ലാം. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു വേൾഡ് വ്യൂ ലോകത്തിലെ മതങ്ങളുടെ അതേ വേൾഡ് വ്യൂ ആണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ബോധം. നമുക്കൊരു പാപം നമ്മൾ ചെയ്തെന്ന് ബോധ്യം വരണമെങ്കിൽ ആരെങ്കിലുമായിട്ട് ദേഷ്യം പെടണം. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് ഇത്തിരി രൂക്ഷമായിട്ട് സംസാരിച്ചു. എക്സാമ്പിൾ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. അയ്യോ ഞാൻ പാപിയാണ്. അപ്പോൾ ഇത്ര നേരം ആ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഇയാൾ പാപിയായിരുന്നു. അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. ദേഷ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് നല്ലൊരു മനുഷ്യൻ പാപിയായതല്ല. മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ സെൻസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്ന പാപങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോഴാണ്. അതല്ലെങ്കിൽ നമുക്ക് യാതൊരു സുബോധവും നമ്മുടെ പാപത്തെക്കുറിച്ചില്ല. എന്തെങ്കിലും ചെയ്തു പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു റിഗ്രറ്റ് അല്ല ശരിക്കും പാപബോധം. നമ്മളെ മുഴുവൻ പോക്കാൻ നമുക്കറിയാം.
നമ്മളെ തന്നെ വിട്ടാൽ, ആത്മാവില്ലാതെ, കർത്താവില്ലാതെ, ജീവനില്ലാതെ നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും വി ആർ സിന്നേഴ്സ്. അപ്പം ഞാൻ ഈ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കേട്ടപ്പോൾ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടായി, ഞങ്ങൾ പാപികളാണെന്ന് മനസ്സിലായി. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ക്രൂശിൽ ക്ഷമിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന്. അപ്പം നിങ്ങൾ തോന്നിയില്ല അപ്പോൾ ശരിയായല്ലോ എന്ന്? അല്ലേ? ശരിയായില്ല. എന്തുകൊണ്ടാണ് ശരിയാവത്തെന്നറിയാം? അവിടെ ജീവൻ പ്രാപിച്ചില്ല. ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഓക്കെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ മരിച്ച സ്വർഗത്തിൽ പോവോ? കർത്താവ് വന്നാൽ കർത്താവിൻ്റെ കൂടെ പോവോ? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയോ? ദൈവത്തിൻ്റെ ജീവൻ നിങ്ങൾ പ്രാപിച്ചോ? അപ്പോൾ ഒരു കൊച്ചു ചോദിക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്കിൽ വിശ്വസിച്ചിട്ട് ദൈവമക്കളാകുന്നില്ല. പാപം ചെയ്യുമ്പോൾ ഒരു ഓർമ്മ വരുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, എന്നിട്ട് അടുത്ത കർത്തൃമേശ വരെ പാപം ചെയ്യും. കർത്തൃമേശ എടുക്കാൻ നേരത്ത് പാസ്റ്റർ പ്രത്യേകിച്ച് പാപബോധം ഉണ്ടാക്കിപ്പിക്കും, ഒന്ന് കരയിപ്പിക്കും. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത നമ്മുടെ പാപമെല്ലാം കർത്താവ് ക്ഷമിച്ചു എന്നാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതും വേറൊരു മണ്ടത്തരം. നമ്മൾ എത്ര കരഞ്ഞാലും നമ്മുടെ പാപം പോകില്ല, യേശുവിൻ്റെ രക്തത്തിൽ മാത്രമേ പോകുള്ളൂ. നമ്മൾ കരഞ്ഞെന്ന് ഓർത്തുകൊണ്ടൊന്നും പാപം പോകില്ല. പണ്ടൊരു പാട്ടുകാരൻ, ഞാൻ ഇന്നലെ ആണെന്ന് തോന്നുന്നു ആ കാര്യത്തോടെ ഞങ്ങൾ വീട്ടിൽ പറയായിരുന്നു, അഗസ്റ്റസ് ടോപ്ലാഡി എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ എഴുതിയൊരു പാട്ടാണ്, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അല്ലേ, അത് പോപ്പുലറായിട്ട് വേറൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതല്ല, പഴയ പാട്ട്. അത് എങ്ങനെയാണ് പാടുന്നത്? കറക്റ്റ്, അതല്ല, ആ പാട്ടല്ല. അതാണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോഴും. പിളർന്നോരു പാറയെ എന്നോട് എൻ്റെ ബൈബിൾ കോളേജിലെ സാർമാർ പറഞ്ഞായിരുന്നു, നീ എവിടെ വേണേലും പോയി പ്രസംഗിച്ചു, പക്ഷെ ദയവായിട്ട് പാടരുത്, ഉപദ്രവിക്കരുതെന്ന് അവർ പറഞ്ഞാൽ വിട്ടത്. അതുകൊണ്ട് ഇതിനടുത്ത സ്റ്റാൻസ് ഒന്ന് പാടാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഇത് തന്നെ ശ്രദ്ധിക്കണേ. സ്റ്റാൻസ് ഒട്ടും പ്രാപ്തനല്ലേ ഞാൻ, വൈരാഗ്യം ഏറിയാലും കണ്ണുനീരൊഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? വന്നിടാം പാപനാശം. അത്രേ ഉള്ളൂ. പണ്ട് പാപം ചെയ്തു, ഞാനൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. അപ്പോൾ രാവിലെ കൺഫസ് ചെയ്യും, വൈകിട്ട് പാപം ചെയ്യും, കർത്തൃമേശയുടെ രാവിലെ അന്നൊന്ന് കരയുകയും കർത്തൃമേശ എടുക്കുകയും ചെയ്താൽ നിങ്ങൾ വിശുദ്ധരായി എന്ന് വിചാരിക്കരുത്. ഈ മതങ്ങളെല്ലാം പതുക്കെ അങ്ങോട്ട് ചെന്ന് ചാടുന്നു. പ്രവൃത്തി എന്തെങ്കിലും വരിക, ഏറ്റു പറയുക, പാപക്ഷം പ്രാപിക്കുക, അവിടെ തീരുന്നില്ല. അതുകൊണ്ടാണ് ഈ സൗണ്ട് ഡോക്ട്രിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണും. എങ്കിലും നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എഫ്.എസ്. ലേഖനം 1, നമ്മുടെ എഫ്.എസ്. ലേഖനം 6 ഇപ്പോൾ വായിച്ചത് അല്ലേ? പിള്ളേരെ എന്ത് ചെയ്യരുത്? പിള്ളേരെ കോപിപ്പിക്കരുത്. കൊളോസ് ലേഖനത്തിൽ പറയുമ്പം അവർ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി, അവർ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുതെന്ന്. ഓക്കെ, ഈ എഫ്.എസ്. ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ, കാരണം അത്ര സമയമില്ലാത്തതുകൊണ്ട്. 1 മുതൽ ഈ 6-ാം അധ്യായത്തിലേക്ക് വരിക. എങ്ങനെയാണ് പൗലോസ് 6-ാം അധ്യായത്തിൽ എത്തിയെന്നാണ് നമ്മൾ നോക്കുന്നത്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. ആ വാക്യം വായിക്കുമ്പോഴെല്ലാം നമുക്കത് കാണാം. 3-ാം അധ്യായത്തിൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന 4-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാൽ നമ്മളെ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. 4-ാം വാക്യത്തിൽ അവൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധ നിഷ്കളങ്കരാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ, 5-ാം വാക്യം, അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പോൾ അവനിൽ, ക്രിസ്തുവിൽ. പിന്നെ 6-ാം വാക്യം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ, ക്രിസ്തുവിൽ.
7-ാം വാക്യം, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി 9-ാം വാക്യം, അവനിൽ എത്ര പ്രാവശ്യമായല്ലേ? ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ട്? ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ട്? സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളും ഉണ്ട്. ഇത് പത്യോപദേശത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ സൺഡേ ഇവിടെ പറഞ്ഞ പോലെ ആദമിൽ എന്തുണ്ട്? പാപവും മരണവും. ക്രിസ്തുവിൽ എന്തുണ്ട്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. അപ്പം ആദമിലുള്ളവരെല്ലാം മരിക്കണം. നമ്മളെല്ലാം ആദമിലുള്ളവരായിരുന്നു. അപ്പോൾ ആദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓർപ്പിക്കും, മരിക്കണം കേട്ടോ, അവൻ ചെയ്തതിൻ്റെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നിലുള്ളവർ ഇനി മരിക്കില്ല. കാരണം എനിക്ക് പകരം ആര് മരിച്ചു? എൻ്റെ കടം ആര് വീട്ടി? യേശു മരിച്ചപ്പോൾ എൻ്റെ കടം വീട്ടി. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്, ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ല. എൻ്റെ കാര്യം എന്താ? ആദമിൽ ഉള്ളവരെല്ലാം മരിക്കണം, പക്ഷെ ഞാൻ മരിക്കില്ല. അതിൻ്റെ കാരണം ഞാൻ ആദമിൽ മാത്രമല്ല, ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ക്രിസ്തുവിൽ. അപ്പം ക്രിസ്തു എന്ത് ചെയ്തു? ആദമിൻ്റെ കടം വീട്ടി. ഒടുക്കത്തെ ആദം വന്ന് ആദമിൻ്റെ കടം വീട്ടിയപ്പോൾ ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കടം വീടി, ഇനി ഞാൻ മരിക്കണ്ട. അപ്പോൾ ക്രിസ്തുവിലുള്ളവർക്കെല്ലാം ക്രിസ്തു അധ്വാനിച്ചതിൻ്റെ പങ്കുണ്ട്. ക്രിസ്തു അധ്വാനിച്ച് നേടിയ എല്ലാറ്റിൻ്റെയും പങ്കുണ്ട്. ഇതല്ലേ നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ നമ്മുടെ ധനം മുഴുവൻ ആരുണ്ടാക്കിയതാ? ക്രിസ്തു ഉണ്ടാക്കിയത്. ഈ ക്രിസ്തു ഉണ്ടാക്കിയ ധനം മുഴുവൻ നമുക്ക് എപ്പോൾ വേണേലും അനുഭവിക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും അനുഭവിക്കാം. എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റില്ല ബ്രദറെ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവിടെയും ക്രിസ്തുവിൻ്റെ ധനമുണ്ട്. വിശ്വസിച്ചാൽ ഞാനല്ല, അവൻ ജീവിക്കുമ്പം അവൻ വളരെ സ്വർഗത്തിലെ എല്ലാ സമ്പത്തിനാലും ധനവാനാണ്. അവനെ സ്നേഹിക്കാൻ പറ്റാത്ത ആരുമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ വി ആർ ഓൾവേസ് റിച്ച് ഇൻ ക്രൈസ്റ്റ് വിത്ത് ഹെവൻലി ബ്ലെസ്സിങ്സ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതിൻ്റെ 14-ാം വാക്യം മാത്രം നമ്മളിങ്ങനെ വിശദീകരിക്കാൻ വേണ്ടിയില്ല. ജസ്റ്റ് അതിൻ്റെ എഫ്.എസ്. ലേഖനത്തിൻ്റെ സ്ട്രക്ചറാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എഫ്.എസ്. ലേഖനം വളരെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 14-ാം വാക്യം ഇങ്ങനെയാണ്: തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അവകാശത്തിൻ്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ? പലരും വിചാരിക്കുന്ന ഈ വാഗ്ദത്തത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു ഫോർടേസ്റ്റ് എന്ന, അങ്ങനെ ചില ട്രാൻസ്ലേഷൻസും ഉണ്ട്. നമുക്കിനി വരാൻ പോകുന്നതിൻ്റെ ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ആ പായസത്തിൻ്റെ ആദ്യ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ തരാമോ ചോദിക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ആത്മാവിന് ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വേണം തോന്നും. അങ്ങനെ ഒരു ഫോർടേസ്റ്റ്, ആദ്യ ടേസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനെ പലരും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഇവൻ ട്രാൻസ്ലേറ്റേഴ്സ് പോലും അങ്ങനെ ചിലടത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് സീൽഡ് അസ് വിത്ത് ദ സ്പിരിറ്റ് എന്നാണ്. അതായത് ഈ സീലിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുദ്രപത്രം, മുദ്ര. നമ്മൾ ഈ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എൻ്റെ വലിയപ്പൂപ്പൻ അധ്വാനിച്ച പണം നമ്മുടെ കയ്യിൽ എങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് വന്നേ? അവരധ്വാനിക്കുമ്പോൾ നമ്മളെവിടെ ഉണ്ട്? അവരിലുണ്ട്. അപ്പോൾ അവർ അധ്വാനിക്കുന്ന മുഴുവൻ, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ അധ്വാനിക്കുമ്പം അപ്പനിൽ ഞാനുണ്ട്, എൻ്റെ പിള്ളേരുണ്ട്, അല്ലേ? ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത 3 പിള്ളേരുണ്ട്. അവരുണ്ടോ? എൻ്റെ അപ്പനിലുണ്ടോ? ഇല്ല. അപ്പോൾ അപ്പൻ സ്വത്ത് കൊടുക്കുമ്പോൾ ആർക്കേ കൊടുക്കുകയുള്ളൂ? എൻ്റെ രക്തത്തിനേ കൊടുക്കുകയുള്ളൂ. കാരണം അപ്പനിൽ ആരേ ഉണ്ടായിരുന്നുള്ളൂ? മനസ്സിലായോ? ബാക്കിയുള്ളവരെല്ലാം എൻ്റെ അപ്പനെ സംബന്ധിച്ച് വെളിയിൽ നിന്ന് വന്നവരാ. ഞാൻ അധ്വാനിക്കുവാണെങ്കിലോ, സമ്പാദിക്കുവാണെങ്കിലോ എന്ത് ചെയ്യണം? അവർക്കും കൊടുക്കണം, അല്ലേ? ഈക്വലായിട്ട്, അല്ലേ? അപ്പം എൻ്റെ കയ്യിലേക്ക് വന്നാൽ ഇത് എത്ര പേർക്ക് പോവും? 4 പേർക്ക് പോകും. പക്ഷെ അപ്പൻ കൊടുക്കുമ്പോൾ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? അപ്പനിൽ ആരെല്ലാം ഉണ്ടോ അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അപ്പനിൽ ഉണ്ടായിരുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? ഇതിൻ്റെ അവകാശം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അപ്പനിലുള്ളവർക്ക് ആ അവകാശം കിട്ടുമെങ്കിൽ ഇതെങ്ങനെ വരുന്നതെന്നറിയോ? അവസാനം അപ്പൻ്റെ കാലമായി കഴിയുമ്പം എന്തു ചെയ്യും? ഒരു മുദ്രപത്രത്തിൽ എഴുതി തരും, നിനക്ക് വീടിൻ്റെ വലത് ഭാഗത്ത് ഇത്രയും സ്ഥലം, മറ്റേ മകന് തെക്ക് ഭാഗത്ത് ഇത്രയും സ്ഥലം, 3-ാമത്തവന് വീട്, 4-ാമത്തവന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. പിന്നെ ഇവർ തമ്മിൽ തല്ലി ബാക്കി തീരുമാനിച്ചോളും. പക്ഷേ ഇതൊരു പത്രം വഴിയാണ് വരുന്നത്, ഒരു മുദ്ര. അതിൻ്റെ മേലുള്ള മുദ്ര, അതിൻ്റെ വില. അപ്പം ഇവിടെ ആത്മാവ് ഒരുത്തനുണ്ടെങ്കിൽ ദൈവം അവനോട് പറയുന്നത് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നിനക്ക് തന്നിരിക്കുന്നു മാത്രമല്ല, അത് നിനക്ക് എപ്പോൾ വേണേലും പോയി അവകാശമായിട്ട് മേടിക്കാം എന്നുള്ളതിൻ്റെ
നിന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നതിൻ്റെ മുദ്രയാണ് നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നതെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം ക്രിസ്തു സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ, അവൻ്റെ കൃപാസനത്തിലേക്ക് ഏത് സമയത്തും പ്രവേശിക്കാൻ നമുക്ക് ഈ മുദ്രപത്രം, ഈ ആത്മാവിൽ മുദ്ര കിട്ടിയ എല്ലാ മനുഷ്യർക്കും, ആത്മാവിൽ മുദ്ര കിട്ടിയ അന്യഭാഷ പറയുന്നതെന്ന് വിചാരിക്കരുത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച സകലർക്കും, പ്രത്യാശയുടെ ഞരക്കം ഉള്ളിലുള്ള സകല മനുഷ്യർക്കും, ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന ഓരോരുത്തർക്കും എന്ത് അവകാശങ്ങളുണ്ട്? അവൻ്റെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും അവകാശങ്ങളുണ്ട്. ഇതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ സ്വസ്ഥമായി വീട്ടിൽ പോയി 14 വാക്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൽ മെഡിറ്റേറ്റ് ചെയ്താൽ എന്തു ഭയങ്കര അനുഗ്രഹങ്ങളാണ്. വേണം ഞാൻ ഒരെണ്ണം പറയാം. എനിക്കിങ്ങനെ പറയാനുള്ള ഭയങ്കര പ്രലോഭനം ഉണ്ടാകും. കാരണം ഞാൻ കർത്താവ് സംസാരിക്കും ഇങ്ങനെ. ഇതാ ഒരു വാക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്ക്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്തുണ്ട്? അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അടുത്ത വാക്യം, അതെങ്ങനെയാവൻ നമുക്ക് തന്നേക്കുന്നറിയോ? സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. എങ്ങനെ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത്? കുറച്ച് ബെറ്റർ പ്രവൃത്തികളിലേക്കല്ല നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു ഭിക്ഷക്കാരൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അടിച്ചു ഓടിച്ചു. അതിക്രമമായിരുന്നു. കർത്താവെ എന്നോട് ക്ഷമിക്കണേ. കർത്താവ് ക്ഷമിച്ചു. അടുത്ത പ്രാവശ്യം ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ 50 രൂപ കൊടുത്തു. അപ്പം ഞാൻ നന്നായോ? മനുഷ്യരുടെ മുമ്പിൽ നന്നായി. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭിക്ഷക്കാരനോട് നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ കർത്താവ് എൻ്റെ സഹോദരൻ, എൻ്റെ രക്തവും മാംസമുള്ളവൻ, അവൻ അലഞ്ഞിരിഞ്ഞ് എൻ്റെ വീട്ടിൽ ജനിക്കാത്തതുകൊണ്ട്, അവൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചിരുന്ന ഞാൻ ഇതിനേക്കാളും വലിയ ദണ്ഡിയായി അലഞ്ഞിരിഞ്ഞ് നടന്നേന്. കർത്താവ് അവനെ വിളിച്ച് അകത്ത് കയറ്റാൻ എന്നെ സഹായിക്കണേ. അകത്ത് കയറ്റൊരു ചായയും കുടിച്ച് പരിപ്പോടയും കൊടുത്ത് എന്തോ വേണം പേര് വിശേഷം വീട്ടിൽ വല്ലപ്പോഴും വരണേ എന്നൊക്കെ പറഞ്ഞ് 5 രൂപ കൊടുത്താൽ മതി, സമാധാനമാണ്. ഇത് 5 രൂപയല്ല, അവൻ്റെ ആവശ്യം എന്താ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇതാണ് ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള പരിജ്ഞ. അപ്പോൾ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് എന്ത് ഒരു ബെറ്റർ മോറാലിറ്റിയിലൂടെ പോയാൽ പോരാ, പിന്നെ എങ്ങോട്ട് പോകണം? സകല ജ്ഞാനവും വിവേകമായിട്ട്. ഇതാ പിള്ളേരെ ട്രെയിൻ ചെയ്യാനുള്ള പാടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതെങ്ങനെ പഠിപ്പിക്കും? നമ്മൾ ചെയ്യേണ്ടേ ആദ്യം. പഴയ നിയമത്തിലാണെങ്കിൽ ഞാൻ ശബ്ദത്തെ അനുസരിക്കുന്നുണ്ട് മോനെ, നീ അനുസരിച്ചോ അല്ല അടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവൻ അനുസരിക്കുന്നുണ്ട്, അപ്പോൾ അടിക്കാം. പുതിയ നിയമത്തിലെ നിയമങ്ങൾ ആരും അനുസരിക്കുന്നില്ല, പിന്നെ എന്നാ പറഞ്ഞുകൊണ്ട് അടിക്കും. ഈ സകല ജ്ഞാനവും വിവേകവുമായി നിങ്ങൾ വിഷമിക്കേണ്ട, വഴി പറഞ്ഞുതരാം, വഴി വരുന്നുണ്ട്. സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പോൾ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപങ്ങളില്ലാതെ ചുമ്മാ സമാധാനമായിട്ട് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി, ഒരു അതിക്രമവും ചെയ്യില്ല. അങ്ങനെയല്ല വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനെ ജ്ഞാനം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 1:30 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം, അവനാൽ നാം ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനം. നമ്മുടെ ജ്ഞാനം എന്തോ? ക്രിസ്തു തന്നെയാണ്. അപ്പം വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഡു യു ഹാവ് ക്രൈസ്റ്റ്? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പകരം ഇറങ്ങി വരാൻ കർത്താവുണ്ടോ? അവൻ്റെ ധനമുണ്ടോ? യു ആർ സീൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ. ഈ വാക്യത്തിലേക്ക് നിങ്ങൾ ഡീപ്പായിട്ട് ഇറങ്ങും തോറും ആ ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിള്ളേരെ പഠിപ്പിക്കാനുള്ള പാടിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 15-ാം വാക്യം തൊട്ടൊരു പ്രാർത്ഥനയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചു പോവും. കാരണം അത്ര ഈ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ പോയി ഇന്ന് അനുസരിക്കാൻ പറ്റില്ല. അതിനൊരു കരച്ചിലും നിലവിളിയും ഇല്ലാതെ അവൻ്റെ സന്നിധിയിലേക്ക് പോയി കേൾക്കാൻ പോലും പറ്റില്ല. അവൻ്റെ വെളിപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ നമ്മളെ ഭയപ്പെടുത്തുന്ന തലത്തില്ല. നമ്മളതിനെ വളരെ ദൂരെ നിന്ന് കണ്ട് ഈസി ആയിട്ട് എടുത്തേക്കുക. ബട്ട് ഇറ്റ്സ് വെരി ടഫ്, ബട്ട് വെരി ഈസി ഓൾസോ. എന്തുകൊണ്ട് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. എന്തുകൊണ്ട് ടഫ് എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് അസ്, നമ്മുടെ പാപം കാരണം. പക്ഷേ എന്തുകൊണ്ട് ഈസിയാണ്? ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. കാരണം ക്രിസ്തു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. സിമ്പിളാണ്. കർത്താവാണെങ്കിൽ സിമ്പിളാണ്. പക്ഷെ നമ്മളാണെങ്കിൽ, ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം അനുസരിച്ചു. അതാണ് ഫസ്റ്റ് ലെവൽ മോറാലിറ്റി. അതൊക്കെ ഞാൻ പണ്ടേ. അടുത്ത് നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ള സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഇവന് ഭയങ്കര സമ്പത്തുള്ളവനായിരുന്നുകൊണ്ട് ഇവൻ അത് വളരെ ദുഃഖിച്ച് കടന്നുപോയി. അപ്പോൾ ഈ മനുഷ്യരിപ്പം നമ്മളത് വ്യാഖ്യാനിക്കുന്ന, അത് കഴിഞ്ഞപ്പം ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, കഷ്ടമായി പോയി, നമ്മുടെ അടുത്തൊക്കെ വലിയൊരു ആത്മാവ്. വലിയ ആത്മാവെന്ന് പറഞ്ഞാൽ ആരുടെ ആത്മാവ്? വൻ സ്രാവുകളെ വെട്ടി വീഴ്ത്ത്. വെട്ടിയല്ലല്ലോ സ്രാവുകളെ വീഴ്ത്തുന്നത്. എങ്ങനെയാ?
വമ്പൻ സ്രാവുകൾ എനിക്കില്ലേ, വൻ മരങ്ങൾ. അതാ ഈ വമ്പൻ സ്രാവുകൾ, ക്രിമിനൽ കേസുകളൊക്കെ വരുമ്പോഴാണ് വമ്പൻ സ്രാവുകൾ. ചർച്ചിൽ വീഴ്ത്തുന്ന വൻ മരങ്ങളെയാ. വാ, ഒരു വൻ മരം നടന്നു വന്നതായിരുന്നു. കർത്താവിനൊരു പരിജ്ഞാനമില്ലാതെ സംസാരിച്ച് അവനെ ഓടിച്ചു അല്ലേ. അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവരാജ്യത്തിൽ 5 പൈസയുടെ ഷോർട്ടേജ് ഉണ്ടാവില്ലായിരുന്നു. അവനോട് പാവങ്ങൾ കൊടുക്കാൻ പറയുന്നതിന് പകരം നിന്റെ സ്വത്തെല്ലാം വീട്ടിൽ ചർച്ചിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ പിന്നെയും കൊണ്ടുവന്നേനെ. കാരണം പാവങ്ങൾക്ക് കൊടുത്താൽ ഇത് എതിലേ പോയിന്ന് പോലും ഒരു കണക്കില്ല. ചർച്ചിൽ കൊടുത്താൽ അതിൻ്റെ ഗമ ആ ചർച്ച ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. ചർച്ചിലോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഒരു ഫാൻ കൊടുത്ത് അതിൻ്റെ താഴെ മുകളിലത്തെ പങ്കയുടെ മുകളിലെങ്കിലും ഡൊണേറ്റഡ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് എഴുതാം. പിന്നെ വല്ലപ്പോഴും ഫാൻ തിരിയുമ്പോൾ ഞാനാണല്ലോ കൊടുത്തതെന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പാവങ്ങൾ കൊടുത്താൽ പിന്നെ ഒരു പ്രയോജനമില്ല, അവരതുവഴി പോകും അതുമായിട്ട്. അപ്പോൾ ഈ സ്വയനീതിയുടെ പ്രവൃത്തികൾ, നിങ്ങളൊരു ക്ലോക്ക് ചർച്ചിന് ദാനം ചെയ്തോ നിങ്ങളത് കാര്യം തീർന്നു. നിങ്ങളെപ്പോൾ വന്നാലും ആ ക്ലോക്ക് നോക്കും, ഈ പാസ്റ്റർ അതിനകത്ത് ബാറ്ററി ഇട്ടിട്ടില്ല, സ്ലോ ആണല്ലോ ഓടുന്നത്, ഇങ്ങനൊന്നും കൊടുക്കരുത് ഇവർക്കൊന്നും മേടിച്ച് എന്ന് പറയും. ആ 50 റിയാലായിരിക്കും അല്ലേ, 5 റിയാൽ 10 റിയാൽ, അത് മുടക്കിയതിൻ്റെ വിഷമം അതിൻ്റെ ഗമയും എത്ര തൂത്താലും പോവില്ല. ഞാനൊരു ചർച്ചിൽ ചെന്ന് ഇപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചു, ചർച്ചിന് കേരളത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ, കസേരയൊക്കെ മേടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു കസേര മേടിച്ച് കൊടുത്താൽ അതിൻ്റെ ഗമ ഒരിക്കലും പോകില്ല എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഒരു മനുഷ്യൻ എന്ന പാസ്റ്ററോട് ചോദിച്ചെന്ന്, ഞാനാ ഇവിടുത്തെ കസേര മേടിച്ചു തന്നെന്നുള്ള കാര്യം നിങ്ങളുമെല്ലാം പാസ്റ്ററോട് പറഞ്ഞായിരുന്നു. അപ്പം മനുഷ്യന് സഹിക്കാൻ പറ്റിയല്ല, ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ആസ്വാദനം ഇങ്ങനെ കിടക്കും, അത് കാണുന്തോറും അതിൻ്റെ ആസ്വാദനം കിടക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് ഒരു സൽപ്രവൃത്തി ചെയ്തും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. സൽപ്രവൃത്തി ചെയ്തും രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ, 15-ാം വാക്യത്തിലേക്ക് വരുമ്പം പൗലോസ് ഒരു പ്രാർത്ഥനയിലോട്ട് പോവുക. എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ, ഇത് ചുമ്മാ കാഷ്വലായിട്ട് എടുക്കാൻ പറ്റിയല്ല, ഭയങ്കര പ്രശ്നമാണ്. 17-ാം വാക്യത്തിൽ 17-ാം വാക്യത്തിൻ്റെ അവസാനം 17 വലിയ വാക്യം കേട്ടോ. അത് ഞാൻ നമ്മുടെ വിഷയം ഇതില്ലാത്തതുകൊണ്ടാണ്. 17 വലിയ വാക്യം ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കുകളാണ്, പിന്നീട് നമുക്കത് വിശദമാണ്. പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പം നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവ് വേണം. എന്ത് വേണമെങ്കിലാണ്, നല്ല ഭാര്യയും ഭർത്താവും ആവണമെങ്കിൽ, നല്ല പേരൻസ് ആണെങ്കിൽ, നല്ല പിള്ളേരാണെങ്കിൽ, ആദ്യം എന്ത് വേണം? ഈ പത്യോപദേശം. ഇതാ നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പിള്ളേരെ ഉപദേശിച്ച് നിയന്ത്രിക്കാൻ വടിക്ക് പകരം എന്താ വെച്ചിരിക്കുന്നത്? ഈ പത്യോപദേശമാണ്. ഇപ്പം എന്താ പ്രാർത്ഥിക്കുന്നു നോക്കിയേ, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. നിങ്ങളുടെ പുറമേയുള്ള ദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മളിങ്ങനെ പറയും, പഠിക്കടാ, പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ. പിറ്റേ ദിവസം ഞായറാഴ്ച ഇതേ അപ്പനും അമ്മയും പോയിട്ട് നീ മാത്രം മതി. കൊച്ചു വിചാരിക്കുക നീ മാത്രം മതി, പിന്നെ എന്തിനാ പഠിക്കുന്നത്? അപ്പം നമ്മൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ മകനത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ ഈ പഠിത്തമൊന്നും വേണ്ടെന്നല്ല, പഠിത്തമൊന്നുമല്ല, കർത്താവാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു എന്നാൽ പിന്നെ കർത്താവാണ് പ്രധാനം, പഠിത്തം വിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം മുഴുവൻ എന്താ പുസ്തകങ്ങൾ എല്ലാം തിയോളജിയാണ്, പ്രസംഗം, യൂട്യൂബിൽ പ്രസംഗം എല്ലാം ഇതും കേട്ടാൽ ഇതാകവർഷമാവും. അപ്പോൾ എന്താ നമ്മൾ വിശ്വസിക്കുന്നത്, എന്താണ് ഈ ജീവനെന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പത്യോപദേശത്തിൽ അവരെ വളർത്തണമെങ്കിൽ. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് രാവിലെ 5 മണിക്ക് എഴുന്നിട്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പിള്ളേർ നന്നാവുന്നു? ഫസ്റ്റ് ദേ ഷുഡ് ഗെറ്റ് ദിസ് വിസ്ഡം, സൗണ്ട് ഡോക്ട്രിൻ. സൗണ്ട് ഡോക്ട്രിൻ നിങ്ങൾ വേറെ എങ്ങൊന്നുമല്ല, ഈ ബൈബിളിൽ FS ലേഖനത്തിലുണ്ട്. എല്ലാ ലേഖനങ്ങളിലും ആദ്യം സൗണ്ട് ഡോക്ട്രിൻ പറഞ്ഞിട്ടാണ് ധർമ്മോപദേശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ. നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ആശ എന്തോ? ആശ എന്താ? മക്കളെ ഒരു ദിവസം, പിള്ളേർ കേൾക്കണേ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേരൻസ് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന്. പേരൻസ് കൂടെ ഉണ്ടല്ലോ, മക്കൾ കുറച്ചേ ഉള്ളൂ. മക്കളെ, നിങ്ങളൊരു ദിവസം യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയിരിക്കും. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൊടുത്തേക്കുന്ന ആശ അതല്ല. 10th ക്ലാസ്സിന് നീ അബുദാബിയിൽ ഫസ്റ്റ് ആയിരിക്കണം. അതിന് നിനക്ക് വേണ്ടി എത്ര പൈസ ഞാൻ ചെലവാക്കുന്നറിയോ?
ഏറ്റവും നല്ല ട്യൂഷന് വിട്ടതൊക്കെ നീ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ കൊടുത്തേക്കുന്ന ആശ. മനസ്സിലാവുന്നുണ്ടോ? പത്യോപദേശം ചെല്ലുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? സന്തോഷമുണ്ടോ? അപ്പം വിളിച്ചേക്കുന്ന എന്തിനാ? നമ്മളെ എന്തിനാ ഈ പള്ളിയിൽ ഈ ചർച്ചിനകത്ത് കൊണ്ടുപോയി സന്ധ്യാസമയത്ത് ഇരുത്തിയേക്കുന്നത്? എന്തെല്ലാം പണിയുണ്ട്. റോട്ടിൽ കൂടെ നടക്കാം, വിൻഡോ ഷോപ്പിംഗ്, ഏതെങ്കിലും കടയിൽ നോക്കിയിട്ട് അതിൻ്റെ വില നോക്കിക്കൊണ്ട് നടക്കാവുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ആ വിളിയുടെ പുറകിലൊരു ആശയുണ്ട്. ഈ വിളിയുടെ പുറകിലുള്ള ആശ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പത്യോപദേശം ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പിള്ളേരെ, ഈ പത്യോപദേശവുമില്ല തല്ലുകയും ഇല്ലെങ്കിൽ പിള്ളേരെ പിന്നെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഐദർ ദേ ഷുഡ് ഗെറ്റ് ദാറ്റ് വിഷൻ. കർത്താവെ, ഒരു ദിവസം എനിക്ക് നിന്നെ പോലെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലിരിക്കണം. അങ്ങനൊരു വിഷൻ ഈ കുഞ്ഞുങ്ങളോടുണ്ടെങ്കിൽ അവരെന്നിട്ട് തൊട്ട് മുകളിൽ എഴുതി വായിക്കുമ്പോൾ അപ്പനെ അമ്മയെ അനുസരിക്കണം എന്ന് പറയുമ്പം അപ്പനമ്മയും പറയുന്ന മണ്ടത്തരവാന്ന് തോന്നിയാലും ആ കൽപ്പന കിടക്കുന്നതുകൊണ്ട് അവരനുസരിച്ചോളും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഗീവ് ദം ദാറ്റ് ഹോപ്പ്. ഓക്കെ, അടുത്തത് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് എൻ്റെ മകൻ ചെറുപ്പകാലത്ത് പറയുമായിരുന്നു. 1ലും 2ലും പഠിക്കുമ്പം 9ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. അപ്പോൾ അവൻ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ സുവിശേഷ വേലയ്ക്ക് വല്ല ഇറങ്ങുന്നുണ്ടോ ഉടനെ എങ്ങാനും? അപ്പം പറഞ്ഞു, ഞാനെന്താ അങ്ങനെ ചോദിച്ചത്? നീ പണ്ട് പറഞ്ഞായിരുന്നല്ലോ 9ാം ക്ലാസ് വരെ പഠിക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് സുവിശേഷ വേല. ചോദിച്ചേ എപ്പോ? അവനത് മറന്നേ പോയി, ചെറുപ്പത്തിലെങ്ങാണ്ട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചില്ല അങ്ങനെ വല്ല വിളിയുവാണെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കേണ്ടെന്ന് വിചാരിച്ച് ചോദിച്ചാൽ. ഇനി അഥവാ അവനങ്ങനെ ഇറങ്ങിയെന്ന് വിചാരിച്ചോ, ലോകത്തിലെ എല്ലാ മഹത്വം അവന് പോയി. അതായത് ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു മഹത്വം മുഴുവൻ പോയി. പിന്നെ അവന് കിട്ടാവുന്ന മഹത്വം എന്തിനു വേണ്ടിയാ പോയേക്കുന്നറിയോ? വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹത്വധനം, മഹിമാധനം. അത് നോക്കുമ്പോഴാണ് ലോകത്തിൻ്റെ മഹത്വം വേണ്ടാന്ന് വെക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ പിള്ളേർ ഇറങ്ങി പോകുന്നെങ്കിൽ എന്ത് തോന്നും? സഹിക്കാൻ പറ്റില്ല. ഡിഗ്രിയുടെ കഴിഞ്ഞ് പോടാ. ചില ആൾക്കാർ ഉപദേശിക്കുന്നത് എങ്ങനെയെന്നറിയോ? അങ്ങനെ വല്ലവരുടെയും ചെലവിൽ ജീവിക്കരുത്. നിങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് ആ പൈസ കൊണ്ട്, അപ്പോൾ പിള്ളേരുടെ ലക്ഷ്യം എന്താണ്? പഠിത്തം, ജോലി. ഇനി ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും. വേണം, അത് വേണ്ടാന്നല്ല. പക്ഷെ ആദ്യം നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തും കൊടുത്തിരിക്കണം. ഈ പത്യോപദേശം കൊടുത്തിരിക്കണം. അതെങ്ങനെ കൊടുക്കാം? അടുത്ത വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർപ്പിക്കുകയും. അപ്പോൾ സകലത്തിൻ്റെയും നിറവായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന്, ആ ധനത്തിൻ്റെ അവകാശികളാണ് നമ്മളെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതാണ് ഒരു പ്രാർത്ഥന. ഓക്കെ, ഇനി നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 15 വരെ നമ്മൾ സ്കിപ്പ് ചെയ്തു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ രണ്ടാമതൊരു പ്രാർത്ഥനയുണ്ട്. ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചത് ക്രിസ്തുവിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ധനത്തെക്കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ക്രിസ്തുവിലായതെന്നറിയോ? നമ്മൾ തീരുമാനിച്ചതല്ല, അത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു. ഇനി അടുത്തത് 16-ാം വാക്യം വായിച്ചേ. 16-ാം വാക്യം. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും നിങ്ങളുടെ ഹൃദയങ്ങളിൽ. നേരത്തെ നമ്മൾ എവിടെയായിരുന്നു? ക്രിസ്തുവിൽ. ഇപ്പൊ ക്രിസ്തു എവിടെയാ? നമ്മളിൽ. 2 പൊസിഷൻ മനസ്സിലായോ? ഒന്ന്, ഞാൻ ക്രിസ്തുവിൽ, അതുകൊണ്ടാണ് ഇത്രയും ധനം എനിക്ക് അവകാശമായി ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുന്നത്. ഇനി ക്രിസ്തു എന്നിൽ, അതിനൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിച്ചപ്പോഴാണ് അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നത്. അതിനൊരു ഡേറ്റും ടൈമും ഉണ്ടായിരുന്നു, അല്ലേ? ഡേറ്റും ടൈമും നിങ്ങൾക്ക് ഒരു പക്ഷെ ഓർമ്മയില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സമയം ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവത്തിൽ അർപ്പിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ക്രിസ്തു എവിടെ ഉണ്ട്? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അപ്പം ഈ വലിയ ധനം എൻകാഷ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയല്ല, പിന്നെ ആരെ കൊണ്ടേ പറ്റുള്ളൂ? എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെതാണ് ഈ ധനം മുഴുവൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഞാനത് അനുഭവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. പകരം ആര് ജീവിക്കണം? ക്രിസ്തു എന്നിൽ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? യേശു ക്രിസ്തു എന്നിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ ജീവൻ എന്നിലേക്ക് പകരുമ്പോൾ പിന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ എന്തായി?
ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ കർത്താവ് നമ്മളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ധനവും, അവകാശത്തിൻ്റെ ധനം മുഴുവൻ നമുക്കിവിടെ ഉപയോഗിക്കാം. കാരണം ആരത് ഉപയോഗിക്കുന്നത്? നമ്മുടെ പുതിയ ജീവന, ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അടുത്ത വാക്യം ഇവിടെ വെച്ച് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും അടിസ്ഥാനപ്പെട്ടവരായി, കണ്ടോ, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പ്രാപ്തരാവുകയും, അടുത്ത വാക്യം, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ക്രിസ്തു നമ്മൾ വസിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ധനം മുഴുവൻ നമ്മളിൽ വന്ന് നിറയും. ഈ ലോകത്ത് നമുക്ക് വിശ്വാസത്താൽ ആ ധനത്തെ അനുഭവിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരു എക്സാമ്പിൾ ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞങ്ങൾക്കൊരു ഡോക്ടർ കപ്പിൾ, ഒരു ഫ്രണ്ട്സ് ഡോക്ടർ കപ്പിളുണ്ട്. ഇപ്പം ആ സഹോദരി ഡോക്ടറാണ്. പുള്ളിക്കാരി കഴിഞ്ഞ വർഷം എന്നോട് ഞങ്ങൾ കണ്ടപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എനിക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് പ്രോബ്ലം? പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ അറ്റൻഡറുമായിട്ടൊരു ക്ലാഷ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റൻഡർ ഈ ഡോക്ടറെ അടുത്ത് പൈസ വാങ്ങിച്ചു, കടം വാങ്ങിച്ചു. അപ്പം പുള്ളിക്കാരുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്ന കൊടുത്തു. തൊട്ട് പിറ്റേ ദിവസം ഈ ഡോക്ടറുമായിട്ട് പുള്ളി കശപിശ ഉണ്ടാക്കി. പൈസ തിരിച്ചു കൊടുത്തില്ല, വേറൊരു കാര്യത്തിന് കശപിശ ഉണ്ടാക്കി. ഡോക്ടർ പറഞ്ഞ് അനുസരിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ച് അപമാനിച്ച് സംസാരിച്ചു. പുള്ളിക്കാരി സൗമ്യ ഹൃദയമുള്ളതുകൊണ്ട് അത് എതിർത്തൊന്നും പറഞ്ഞില്ല, ഒന്നും പറയാതെ ഇങ്ങ് പോന്നു. പക്ഷേ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ 2 ആഴ്ചയായിട്ട് എല്ലാവരെയും വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് പറയും. ഇവനെ നോക്കി വിഷ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അവനെ നോക്കുമ്പോൾ ഞാൻ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ ഭയങ്കര വെറുപ്പ് തോന്നുക. അവൻ അങ്ങനെ ചെയ്തല്ലോ, ഒരു അപ്പോളജി പോലും ഇത്രയും നാളും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും ഞാൻ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പം അയാളെ കാണും, പക്ഷെ അയാളെ നോക്കി നിങ്ങൾ ചിരിക്കരുത്. പുള്ളിക്ക് എന്താ ചിരിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം നമ്പർ 1, ആ ചിരിക്കൊരു ഭംഗി ഉണ്ടാവില്ല. കാരണം എന്താ? ഇത്രയും ഉപദ്രവം ഉണ്ടാക്കി ഒരുത്തനെ നോക്കി. നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ചിരിക്കണം എന്നാണ്. അതുകൊണ്ട് ചിരി വരുന്നില്ല, ചിരിച്ചു, ഒരു ഭംഗി ഉണ്ടാവില്ല. ഭംഗി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ആ ചിരി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും അറിയോ? അവൻ അത്രയും മോശമായിട്ട് കാണിച്ചിട്ട് ഞാനൊരു വാക്ക് പോലും എതിര് പറയാതെ അവനെ നോക്കി ചിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചെന്ന് പറയൂ കേട്ടോ. പക്ഷെ ചിരിച്ചതാരാന്നറിയോ? ഞാൻ. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന മാനസാന്തരം കൂടെ പോയി ആ കള്ളച്ചിരിയിലല്ലേ, സംഭവിക്കില്ലേ? രാവിലെ കുറച്ച് പാപിയാന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടായിരുന്നു. ഈ അഭിനയ ചിരി കഴിഞ്ഞപ്പോൾ ആ ബോധം കൂടെ പോയി. മനുഷ്യൻ്റെ പാപബോധം പോകാനും ഈ അഭിനയം ഒരു കാരണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ചിരിക്കരുത്. പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ആ സ്റ്റെപ്പ് കയറുമ്പം വിശ്വസിക്ക്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെ ക്ഷമിക്കാനുള്ള എന്തുമാത്രം ധനം സ്വർഗത്തിൽ നിന്ന് വേണോ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി നേരെ പോയി അടുത്ത അയാൾ വരുന്ന അടുത്തടുത്ത് നിന്നപ്പോഴേക്കും വിശ്വസിച്ചു. ആ വിശ്വാസം അങ്ങ് കിട്ടി, ഞാനല്ല ക്രിസ്തു അത്രേ. ക്രിസ്തു ആണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചെന്നറിയോ? പാപിയായ മനുഷ്യൻ, നരകത്തിൽ പോകാൻ പോകുന്ന മനുഷ്യൻ, ഇവൻ എങ്ങനെ രക്ഷപ്പെടണം എന്നായി ചിന്ത. കർത്താവ് എങ്ങനെ ചിന്തിക്കുള്ളൂ? അവൻ്റെ അടുത്ത് ഒന്ന് ചിരിച്ചു, സംസാരിച്ചു, ഭയങ്കര സന്തോഷമായിട്ട് പിരിഞ്ഞു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന വ്യത്യാസം? ക്രിസ്തുവിൻ്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഫെയ്ത്ത് ആവശ്യമാണ്. അവൻ്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ അവൻ എനിക്ക് പകരം, ക്രിസ്തു സ്വർഗത്തിലാണ്, പക്ഷെ അവൻ്റെ ആത്മാവിനാൽ എന്നിലുരുവാകുന്ന ജീവൻ, അത് ക്രിസ്തുവിൻ്റെ തന്നെ പ്രസൻസാണ്. ആ ജീവനിൽ മാത്രം എനിക്ക് റിക്കവറി ഉള്ളൂ, വിടുതലുള്ളൂ, പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. എൻ്റെ പ്രവൃത്തികളിൽ അതില്ല. അതുകൊണ്ടാണ് ഫെയ്ത്ത് എലോൺ എന്ന് ഉള്ള ക്രിസ്ത്യൻ കൺഫെഷൻ. കർത്താവെ നിന്നിലുള്ള വിശ്വാസത്താൽ മാത്രം. ഇത് പത്യോപദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ബൈ ഫെയ്ത്ത് ഐ ഡൈ ടു ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഇൻ ഹിസ് സ്പിരിറ്റ്. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഈ ഉപദേശ രൂപമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആ ചിരി കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചേനെ, നമ്മളെ തന്നെ ന്യായീകരിച്ചേനെ. ക്രിസ്തു അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയെ നമ്മൾ രക്ഷപ്പെടാൻ വിചാരിച്ചാൽ അതെല്ലാം സ്വയനീതിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്.
ഇനി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറയുന്ന ദൈവത്തിൻ്റെ എല്ലാ നിറവും. അപ്പം നമ്മുടെ അവകാശമാണ്, അതിൻ്റെ മുദ്ര നമ്മുടെ മേലുണ്ട്. ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം റിസോഴ്സസ് ഉപയോഗിച്ചോ ആ റിസോഴ്സസ് എല്ലാം നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്നും നിങ്ങൾക്കും എനിക്കും അവൈലബിൾ ആണ്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പം 20-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചേരെ, കാരണം അതും ആവശ്യമാണ്. ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞേക്കാം. 20-ാം വാക്യം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. ഇതെന്താ നമ്മൾ സാധാരണ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കുന്നറിയാം? എൻ്റെ ബ്രദറെ, ഞാനൊരു മാരുതി 800 വേണ്ടി പ്രാർത്ഥിച്ച, എന്നാലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, എനിക്ക് കിട്ടിയത് ഒരു ഇന്നോവയാണ്. അവിടുത്തെ കേട്ടോ, ഇവിടുത്തെ വണ്ടികൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ഇനി അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ വേറെ ആൾ പറയും, ശരിയാ ബ്രദറെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം. എന്താ ചോദിച്ചേക്കുന്നറിയോ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണേന്ന്. അതാ ചോദിച്ചേക്കുന്നത്. ഈ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണേന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുക, ചോദിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല യേശു ജീവിച്ച അത്രയും ധനം നമുക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് നമുക്ക് അത്ര ധൈര്യമില്ല അത്രയും ചോദിക്കാം. കർത്താവേ, നീ നടന്ന അതുപോലെ എനിക്ക് നടക്കാൻ ഈ ലോകത്ത് പറ്റുമോ? അത്രയും ധനം എനിക്ക് കിട്ടുമോ? പറയാം. അപ്പം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവിടെ ഉത്തരം എങ്ങനെയാണ്? നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ ക്രിസ്തു ജീവിച്ച വഴിയിലൂടെ നടത്താൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ എഴുതിയിട്ടുണ്ട്, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. കാരണം സ്വന്തം പുത്രനെ അയച്ച് ഇത്രയും പേരെ രക്ഷിക്കാമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് അന്ന് വിവേകമുള്ള ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചത്. അവർ ക്രൂശിക്കില്ലായിരുന്നു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അവരത് അറിഞ്ഞു. ഒരു കണ്ണിനും മനസ്സിലായില്ല, ഒരു ചെവിക്കും കേട്ടില്ല, ഒരു ഹൃദയത്തിലും ഇങ്ങനൊരു ഐഡിയ ദൈവത്തിനുണ്ടെന്ന് തോന്നിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു. ക്രിസ്തുവിനെ മുന്നൊരുക്കിയിരിക്കുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ല എന്നാ. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന വാക്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത വാക്യം നോക്കിയേ, 4-ാം അധ്യായം. വാക്യമല്ല, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ആരംഭിച്ച 2 പ്രസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് പറ, ദൈവം തുടങ്ങിയ 2 പ്രസ്ഥാനങ്ങൾ. നമ്മൾ തുടങ്ങിയ ഇഷ്ടം പോലെ പ്രസ്ഥാനങ്ങൾ. ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൻ, ബൈബിൾ കോളേജ്, സെമിനാരി, മിഷൻ സംഘടനകൾ, 100,000 പ്രസ്ഥാനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ദൈവം തുടങ്ങിയ 2 പ്രസ്ഥാനങ്ങളുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് കുടുംബം, പിന്നെ സഭ. സഭയാണോ കുടുംബമാണോ ആദ്യം ഉണ്ടായത്? തെറ്റിപ്പോരുത്, ക്വിസ് പ്രോഗ്രാമാണ്, തെറ്റിപ്പോരുത്. സഭയാണോ കുടുംബമാണോ ആദ്യം ഉണ്ടായത്? നോ, സഭ ആദ്യം ഉണ്ടായത്. സഭ ഉണ്ടാകുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പാണ് സഭയെ സ്ഥാപിക്കുന്നത്. എങ്ങനെ അറിയാം സഭയെ ലോകസ്ഥാപനത്തിന് മുമ്പാണ് സ്ഥാപിക്കുന്നതെന്ന്? ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. FS ലേഖനത്തിൽ പറയുന്നത് 1:4, നമ്മളത് വിശദീകരിച്ചില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് ദൈവം കണ്ടിട്ടുണ്ട്? സഭയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൻ വീണ്ടെടുക്കപ്പെടുന്നവരെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഓർത്തിട്ടുണ്ട്, അല്ലേ? യോഹന്നാൻ 17:9, 20 കഴിഞ്ഞ ദിവസം വായിച്ചിട്ട് അവരാരാന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരാരായിരുന്നു? യേശു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? 9, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ ലോകത്തിന് മുഴുവൻ വേണ്ടിയല്ല കർത്താവ് എന്ത് ചെയ്തത്? അവൻ കണ്ട ആളുകൾക്ക് വേണ്ടിയാണ്. അത് സഭയാണ്. അത് അന്ന് തൊട്ടേ ഉണ്ട്. ഇനി 20-ാം വാക്യം വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അതായത് ഈ 11 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ അത് ആരൊക്കെയാണ് ദൈവത്തിന് മുൻകൂട്ടി അറിയാമോ? അപ്പോൾ ആദ്യം ദൈവം സ്ഥാപിച്ചത് എന്തോ? നിത്യതയിൽ സ്ഥാപിക്കപ്പെട്ടത് എന്താ? സ്വർഗത്തിൽ പേരെഴുതിയ ആദിയാതന്മാരുടെ സഭയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിനും. അത് ദൈവത്തിൻ്റെ പ്രോമിസിൽ 1ാമത് വരുന്ന സഭയാണ്, 2ാമതേ ഉള്ളൂ കുടുംബം. ഈ നേരെ തിരിച്ചല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
ഈ കുടുംബം സ്ഥാപിക്കപ്പെടുന്ന ആദമും ഹവ്വയിലൂടെയും ഏദൻ തോട്ടത്തിലാണ്. സഭ സ്ഥാപിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ സകല സൃഷ്ടിക്ക് മുൻപേ ആദിജാതനായി നിയമിക്കുമ്പോഴാണ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തുവിനോട് പിതാവ് പറയുമ്പോഴാണ് സഭ തുടങ്ങുന്നത്. ക്രിസ്തുവിൽ ഉള്ളവരാണ് ഈ സഭയിൽ ഉള്ളവർ. അതാണ് ദൈവത്തിൻ്റെ അദൃശ്യമായ സഭ. ഈ അദൃശ്യമായ സഭയിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഇവിടെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം, ഇവിടെ രജിസ്റ്ററൊക്കെ ഉണ്ട്. പക്ഷെ അദൃശ്യ സഭയിൽ ഈ അബുദാബിയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ മാത്രമേ അവൻ്റെ അദൃശ്യ സഭ നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതിനകത്ത് ഇല്ലാതെ പോയല്ലോ കർത്താവേ എന്ന് മനസ്സിലാകണമെങ്കിലും ഈ കാഹളനാദം കേൾക്കണം. സിമ്പിൾ പരിപാടിയല്ല. ആ അദൃശ്യ സഭയുടെ ഒരു മോഡലാണ് ലോക്കൽ സഭ. ലോക്കൽ സഭ അദൃശ്യ സഭയിൽ നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം, ലോക്കൽ സഭയിൽ എല്ലാ തരം മീനുകളെയും പിടിക്കുന്ന വല പോലെയാണ്. എന്നാൽ ദൈവം നിത്യതയിൽ കണ്ടിരിക്കുന്ന ആ സഭയിൽ ഒരൊറ്റ തരം മീനേ ഉള്ളൂ. എല്ലാം ആത്മാവ് യേശുവിനെ പോലെ ഇരിക്കും. നിത്യതയുടെ പ്രകാശത്തിൽ കർത്താവിനെ പോലെ തേജോമയമായ തേജസ്സുമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ മുന്നിൽ കണ്ട് അവരുടെ കൂട്ടത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് കർത്താവ് ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെയുള്ള കുഞ്ഞു കുഞ്ഞു മോഹങ്ങളാൽ അവരുടെ പുറകെ നടക്കുന്നത്. അവർക്ക് ഈ മോഹം കൊടുത്തിട്ടേ ആ മോഹം കൊടുക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിനാണ് പത്യോപദേശത്തിലുള്ള പോറ്റി വളർത്തലെന്ന് പറയുന്നത്. ഈ സഭയാണ് ആദ്യം വരുന്നതെന്നുള്ളത് നമ്മളിത് കുറച്ചുകൂടെ വിശദമായിട്ട് ബൈബിളിൽ അനേകം വാക്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 44, 45, 46 ഓക്കെ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഓക്കെ. അപ്പൊ ഈ രണ്ട് പാരബിൾസ് നിങ്ങൾ കേട്ടല്ലേ? ഒന്ന് സ്വർഗരാജ്യം വയലിലൊളിച്ചിരിക്കുന്ന നിധിയോട് സദൃശം. അപ്പൊ സ്വർഗരാജ്യം എന്തിയേ? സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുക, ആരും കാണുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ അത് പോയി കണ്ടിട്ട് അതിനെ മറച്ചു വെച്ചു. എന്നിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. 45-ാമത്തെ ഇവിടെ സ്വർഗരാജ്യം എന്തിയേ? ഒളിച്ചിരിക്കുവാണോ? പിന്നെ എന്തിയേ? സ്വർഗരാജ്യം മുത്താണോ? സൂക്ഷിച്ചു വെച്ച്. അവിടെ നിധിയായിരുന്നു, നിധി അന്വേഷിച്ച് നമ്മൾ നടക്കുമായിരുന്നു. സ്വർഗരാജ്യം മറിഞ്ഞിരിക്കുമായിരുന്നു. സ്വർഗരാജ്യത്തിന് ഭയങ്കര വിലയായിരുന്നു. ഇവിടെ സ്വർഗരാജ്യത്തിന്റെ വിലയെക്കുറിച്ചല്ല പറയുന്നത്. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി. ആരാ സ്വർഗരാജ്യം ഇവിടെ? നല്ല മുത്തല്ല, ഒളിഞ്ഞിരിക്കുന്ന നിധിയല്ല ദൈവരാജ്യം. രണ്ടാമത്തേതിൽ ഈ നിധി അന്വേഷിച്ച് നടക്കുന്ന വ്യാപാരിയോട് സദൃശം. വ്യത്യാസം എത്ര പേർക്ക് മനസ്സിലായി? വ്യത്യാസം മനസ്സിലായോ? ആദ്യം പറഞ്ഞിരിക്കുന്നതിനകത്ത് സ്വർഗരാജ്യം എവിടെയാ? വയലിൽ മറഞ്ഞിരിക്കും, ആരും കാണുന്നില്ല. ഒരുത്തനത് കണ്ടുപിടിച്ചു, സ്വർഗരാജ്യത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം ഈസ് പ്രഷ്യസ്. രണ്ടാമത്തതിൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രഷ്യസ് സ്റ്റേജിനെ കുറിച്ചല്ല പറയുന്നത്. ഈ മുത്ത് എന്തിയെന്ന് നോക്കിക്കൊണ്ട് ആരാ നടക്കുന്നേ? ഒരു വ്യാപാരി. അപ്പൊ സ്വർഗരാജ്യം ആരാ ഇവിടെ? വ്യാപാരി. മനസ്സിലായോ ഡിഫറൻസ്? രണ്ടും രണ്ടല്ലേ? മനസ്സിലാകാത്തവരൊന്ന് കൈവക്കി. ഞാൻ ടീച്ചറായിരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരും ഇടയ്ക്ക്. മനസ്സിലായവർ ആരുമില്ല. അപ്പം നന്നായി. മനസ്സിലായവരും ആരുമില്ല, മനസ്സിലാകാത്തവരും ആരുമില്ല. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ ഒന്നാമത്തതിൽ സ്വർഗരാജ്യം നീതി അന്വേഷിച്ച് നടക്കുന്ന അപ്പം ഞാനൊരു ദൈവത്തിൻ്റെ രാജ്യം കണ്ടു. ഈ ദൈവത്തിൻ്റെ രാജ്യം കാണുമ്പോൾ അതിനകത്ത് രസം എന്താണെന്നറിയാം? നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു 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 ബംഗ്ലാദേശി നടന്നു പോകുമ്പോഴാണോ, അതോ ഒരു അമേരിക്കക്കാരൻ നടന്നു പോകുമ്പോഴാണോ നിങ്ങൾ പറയുന്നത് ആ പിള്ളേരുടെ അകത്ത് കയറിപ്പോ ഈ സാധനങ്ങളൊന്നും വെളി വെച്ചേക്കില്ലെന്ന് പറയുന്നത്? ആര് പോകുമ്പോഴാ? അവർ നമ്മളെയൊക്കെ ഡീസൻ്റ് ആയിരിക്കും. പക്ഷെ മലയാളികളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ലോകത്തിൽ മലയാളികളെ പോലെ ഡീസൻ്റ് പിന്നെ ഈ സായിപ്പന്മാരുള്ളൂ എന്ന്, അങ്ങനെ മലയാളികളുടെ ചിന്ത. അപ്പോൾ എന്താ അതിന് കാര്യം?
ബംഗ്ലാദേശികൾ ചിലപ്പോൾ മെല്ലൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കും, എന്നാൽ അമേരിക്കക്കാരങ്ങനെ ചെയ്യുകയില്ല എന്നാ അല്ലേ? കാരണം ആ രാജ്യത്തിന് നമ്മൾ ചുമ്മാ ഒരു ഡിഗ്നിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു മഹത്വം അതല്ലേ? ഓക്കെ. പക്ഷെ ചില രാജ്യങ്ങൾക്ക് ആ മഹത്വം ഇല്ല. അമേരിക്കയേക്കാൾ മഹത്വമുള്ള രാജ്യത്തിൻ്റെ പേര് പറയാമോ? ചുമ്മാ പറഞ്ഞാൽ മതി. ദൈവരാജ്യം. ദൈവരാജ്യത്തിലുള്ള ഒരാളെ എവിടെ കയറ്റിയിരുത്തിയാലും കുഴപ്പമുണ്ടാവില്ല. കാരണം അത്രയും തേജസ് വേറൊന്നിനുമില്ല. അപ്പം ഞാൻ ചിന്തിക്കുക, എൻ്റെ ദൈവമേ, നീ ഭരിക്കുന്ന രാജാവായിരിക്കുന്ന നിന്റെ നീതി നടപ്പാകുന്ന ആ രാജ്യം ഞാൻ കണ്ടുപിടിച്ചാൽ അമേരിക്കയിൽ പോകാൻ ഞാൻ കാണിക്കുന്ന വെപ്രാളത്തെക്കാളും എത്രയോ അധികം വെപ്രാളം എൻ്റെ ഉള്ളിലുണ്ടാകണം. ആ സ്വർഗത്തിലെ തേജസ് കണ്ടാലേ അങ്ങനെ തോന്നുള്ളൂ. അത് നമുക്ക് കണ്ണിന് അഗോചരമാണ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവം രാജാവായി ഭരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ഗ്ലോറിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതെങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ? ദിസ് ഈസ് എ ബിഗ് ആസ്ക്. അതുകൊണ്ടാണ് പഠിപ്പിക്കൽ നടക്കുന്ന സഭകളാണ് ഒന്നാമത്തെ ഡിസിപ്ലിൻ്റെ ലൈൻ, പിന്നെയാണ് ഭവനം എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ എല്ലാ ഓർഡറും തിരിച്ചാ. യു ഹാവ് ടു ലേൺ ദ സൗണ്ട് ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ ഫസ്റ്റ്. ഒരു കൊച്ചുണ്ടാകും ABC പഠിപ്പിക്കുന്ന അത്യാവശ്യമാണ്. അതിനേക്കാളും ജീവൻ മരണ പ്രശ്നമാണ് ഹി ഷുഡ് നോ ഹിസ് ട്രൂ വർത്ത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? അമേരിക്കയിൽ പോകുന്നതിനൊക്കപ്പുറത്ത് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? അമേരിക്കയിൽ പോട്ടെ, എൻ്റെ കൂടെ ദൈവരാജ്യം വന്നോളും. ദൈവരാജ്യം എങ്ങോട്ട് പോകാനാ? അത് നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പില്ലേ അല്ലേ? നമ്മൾ പിന്നെ ദൈവരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അടിച്ച് പൊട്ടിച്ച് കൺട്രോളൊക്കെ കളഞ്ഞ് ഡ്രമ്മൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെ ദൈവരാജ്യം ഒന്നും ഉണ്ടാവില്ല. ദൈവരാജ്യം നമ്മൾ അമേരിക്കയിൽ പോകുന്നതിനേക്കാളും കഷ്ടപ്പെട്ടല്ല ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഭരണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. ഉദാഹരണത്തിന് അമ്മായിയമ്മ മരുമകളെ കളിയാക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു, വലിയ കേസ് കേട്ടു. അപ്പം മരുമകൾ ദൈവരാജ്യത്തിലോട്ട് എങ്ങനെ പ്രവേശിക്കുന്നത്? ഇതെല്ലാം അറിയുന്നൊരു ദൈവമേ നിനക്ക് സ്തോത്രം. പിന്നെ ദൈവം നമ്മുടെ ഇഷ്ടത്തിൽ നടക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ പറയും, ഇതിന് മറുപടി നീ കൊടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നതിനായിട്ട് സ്തോത്രം. അത് ദൈവരാജ്യമല്ല. അത് എൻ്റെ രാജ്യത്തിൽ ദൈവത്തെ അംഗമാക്കുക. അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന തല്ലിപ്പൊളി പണികൾക്കൊക്കെ ദൈവം ചെയ്തോളും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമല്ല. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാനസാന്തരം ഇല്ലാതെ പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ പറയാം, കർത്താവേ നീ ഇത് എനിക്ക് തന്നത് എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് അല്ലേ? ശത്രുക്കളെ നമുക്ക് എന്തിനാണ് ദൈവം തരുന്നതെന്നറിയോ? ആർക്ക് പറയാം? എന്തിനാ ശത്രുക്കളെ തരുന്നത്? ഈ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കൽപ്പനയാണ്, നീ ശത്രുക്കളെ സ്നേഹിക്കാൻ ഒരാൾ പറഞ്ഞാൽ ആദ്യം എന്തിനെ തരണം? ശത്രുക്കളെ തരണം. മക്കളെ നിങ്ങൾ മുട്ട കഴിക്കുക എന്ന് പറഞ്ഞ് മുട്ട കൊടുക്കാതെ പറ്റുമോ? മുട്ട കൊടുക്കണമല്ലോ. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പറയുമ്പോൾ ആദ്യം ആരെ തരണം? ഈ കൊഞ്ഞനം കുത്തുന്ന അമ്മായിമ്മേ തന്നേ പറ്റൂ. അപ്പോൾ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവേ നീ എന്നെ ഈ കൽപ്പന അനുസരിക്കാൻ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ആളോടുള്ള റിയൽ സ്നേഹം എൻ്റെ ഉള്ളിൽ തരണമേ. ഇതൊക്കെ എവിടെന്നാണ് നിങ്ങൾ പഠിക്കുന്നതെന്നറിയോ? സഭയിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. സൗണ്ട് ഡോക്ട്രിൻ, ദ പ്രീച്ചിങ് ഓഫ് ദ സൗണ്ട് ഡോക്ട്രിൻ. ഇത് എഫേസ്യർ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് എല്ലാ ഡിസിപ്ലിനിങ്ങിൻ്റെയും ഫസ്റ്റ് ലൈൻ, ഇറ്റ്സ് നോട്ട് ഹോം, ഇറ്റ്സ് നോട്ട് മോറൽ ഇൻസ്ട്രക്ഷൻ, ബട്ട് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ചർച്ച് ഓഫ് ദ സൗണ്ട് ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്. ഇതോടൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവിടെ നിന്നാണ് ആത്മീക ജീവിതം ആരംഭിക്കുന്നത്. അടുത്തയിടെ എന്നോട് കർത്താവ് ഇത് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഓർഡർ ഞാൻ നേരെ തിരിച്ചാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്. ആദ്യം ഒരു വ്യക്തി, പിന്നെ കുടുംബം എന്നായിരുന്നു. വ്യക്തി ശരിയാണ്, ദൈവം വ്യക്തിയെ കണ്ടു, പല വ്യക്തികളെ കണ്ടു, അതൊരു സഭയായി മാറി. അതിനകത്താണ് ഈ കുടുംബങ്ങളുടെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത് ഇറ്റേണലി നോക്കുമ്പോൾ. ഓക്കെ, ഈ സഭയുടെ ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾ നോക്കിക്കേ. എന്താണ് ഈ സഭ? എന്തിനാ ഫംഗ്ഷൻ ചെയ്യുന്നത്? എന്തിനാ നിങ്ങൾക്ക് പാസ്റ്റർമാർ? എന്തിനാ സഭയിൽ പ്രവാചകന്മാർ? എന്താ ഉദ്ദേശം? ഇവിടെ പ്രവാചകന്മാരുണ്ടെന്ന് എനിക്കറിയാൻ മേല. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്ക് നോക്കാം. 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം. ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ നമ്മൾ എന്തിനാ വിളിച്ചത്?
ഒറ്റ ഹോപ്പാ. പ്രത്യാശ എന്ന് പറഞ്ഞെന്താ? ആശ എന്ന് പറഞ്ഞെന്താ? ഇവിടെ ആശ എന്ന് വേറെ ആരും ഇല്ലല്ലോ അല്ലേ? ആശ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. പ്രത്യാശ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പറഞ്ഞേക്കാം. റോമർ 8:23 പ്രത്യാശ വായിച്ചു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായി. അപ്പൊ ആത്മാവ് എപ്പോ ഒരാൾക്ക് കിട്ടിയോ ആ സീൽ അടിച്ചോ അപ്പൊ തന്നെ. അന്യഭാഷക്ക് പിന്നെ വന്നോളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഒരു ദിവസം കർത്താവ് വരും, നമ്മൾ തേജസ്സോടെ പോകും. അതാണ് പുത്രത്വം. അപ്പൊ നമ്മൾ മക്കളെ പോലെ ഇരിക്കും, യേശുവിനെ പോലെ ഇരിക്കും. അത് കാത്ത് 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 ഉള്ളിൽ ഞരങ്ങുന്നു. ഞരക്കെന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഞരക്കം. ഞരക്കെന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോണിംഗ്. ഇത് രണ്ടും എന്താ? ഞാൻ എപ്പോഴാണ് പ്രസംഗം നിർത്തണ്ടേ? 10 മണിക്ക്. ഞാനിത് 11:30 ആയിട്ട് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനാണ് ഈ ഗ്രോണിംഗ് എന്ന് പറയുന്നത്. ഇതെപ്പോൾ തീരും കർത്താവേ, ഇയാള് ഇതെപ്പം നിർത്തും, ഈ ഫീലിങ്ങിനെയാണ് നമ്മൾ ഗ്രോണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കിയിട്ട് എന്നെ നോക്കും, നിങ്ങളെല്ലാം പുറകിലിരിക്കുന്ന ക്ലോക്ക് നോക്കും, വാച്ചിങ്ങിനെ എടുത്ത് നോക്കിപ്പിക്കും, ഇങ്ങനെയൊക്കെ നോക്കും. ഇതാണ് ഗ്രോണിംഗ്. ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ ഗ്രോണിംഗ് എന്ന് പറയുന്നത്, ഞരക്കം. ഇത് സമയമായില്ലല്ലോ, എന്താ കർത്താവേ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡോക്ടർ ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെന്നോട് പറയുക, എൻ്റെ ചെയ്സേ 18 വർഷമായി. ഞാൻ എന്തായി? കർത്താവ്, ഞങ്ങൾ കാത്തിരിക്കുന്നു. ആർക്ക് വേണ്ടി? കർത്താവ് വരാൻ വേണ്ടി. ഞാൻ ഇതെൻ്റെ 18 വർഷത്തെ കണക്ക് എന്നും പറഞ്ഞു. ഞങ്ങൾ 18 വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത്. അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്തു, എല്ലാ ദിവസവും കർത്താവ് വരാൻ വേണ്ടി നോക്കിയിരിക്കണം. When I am saying that, I am feeling my tears. ഞാൻ ഓർത്ത്, ഇങ്ങനെയുണ്ടോ ആളുകൾ കാത്തിരിക്കുന്നവർ? എന്നിട്ട് അവരെന്നോട് പറയാണ്, ഇനി ഞങ്ങളുടെ കാലത്ത് വരുമോയെന്ന് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങി. ഇനി പിള്ളേരുടെ കാലത്ത് വല്ല ആയിരിക്കും, നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലായിരിക്കും. ദാറ്റ്സ് ഗ്രോണിങ്. ഈ ഗ്രോണിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിലേ നമുക്കിത്, ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ കത്തുന്നുണ്ടെന്നും നമ്മളെ വിളിച്ച ആശ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ടു ബ്രിങ് അവർ ചിൽഡ്രൻ ടു ദാറ്റ് ഹോപ്പ്, അത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ മാത്രമേ കഴിയുള്ളൂ. അത് അവരിൽ വിശ്വാസത്തെ ഉളവാക്കുമാറ് പത്യോപദേശത്തിൽ അവരെ വളർത്തുവാൻ വി നീഡ് ദ ചർച്ച് ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു ഫങ്ഷൻ ആസ് എ ബോഡി. ചുമ്മാ ഒരു ചർച്ച ഉണ്ടായാൽ പോരാ, ആ ചർച്ചിൽ ഈ പ്രത്യാശ വർദ്ധിപ്പിക്കുമാറ് ഉപദേശ രൂപം എത്തണം. താവട്ട് വായിച്ചു നോക്കി നിങ്ങൾ. അത് തന്നെ. ഈ ഹോപ്പില്ലാത്തവർക്ക് രക്ഷപ്പെടാൻ പറ്റിയാലെന്നാ. അതായത് സ്വർഗത്തിൽ പോകാൻ പറ്റിയാലെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ തേജസ്സിലേക്ക് പോകുന്ന ആ രക്ഷ മുഴുവൻ ആ ഹോപ്പിനെ ആധാരപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. എഫേസ്യർ 4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. 4:4 കർത്താവ് ഒരുവൻ, വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും. ശരീരം ഒന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? എല്ലാവർക്കും. അപ്പോൾ കർത്താവിന് ഒരു ശരീരമേ ഉള്ളൂ. ചർച്ച് ഓഫ് ഗോഡ് ഒരു ശരീരം, IPC ഒരു ശരീരമല്ല. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒരു ശരീരമായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മേലായിരുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നിട്ട് സഭയെ എങ്ങനെ കൂട്ടി വരുത്തിയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? അടുത്ത വാക്യം, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഒത്തവണ്ണം, അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഇനി നമ്മൾ താഴോട്ട് വായിച്ച 11-ാം വാക്യം. ആരാ നിയമിച്ചേക്കുന്നേ? കർത്താവ്. എന്തിനാ നിയമിച്ചിരിക്കുന്നേ? അടുത്ത വാക്യം, അതെന്തിനാ? അത് ഐക്യതയും. അതായത് നമ്മളെല്ലാവരും ഒരേ പ്രത്യാശയുള്ളവരാണ്. ആണോ? അതാണ് ഇപ്പൊ പ്രശ്നം. അത് ഓൾറെഡി ഗിവണ. അടുത്ത് പറയുക, ഈ പ്രത്യാശ എല്ലാവർക്കും ഉണ്ടാകാം, പക്ഷെ ഉറപ്പ്, അതിനാ വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യാശയുടെ ഉറപ്പ്. ആ വിശ്വാസം പലരും പല രീതിയിലാണ്.
ചിലർ വിചാരിക്കും പോവായിരിക്കും, ചിലർ വിചാരിക്കും പോവോ, ചിലർ വിചാരിക്കും ഞാൻ പോവും, വേറെ ചിലർ എങ്ങനെ പോകാനാ. ഇങ്ങനെ വിശ്വാസം പല രീതിയിലാണ്. ചിലരുടെ വിശ്വാസം ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും. അപ്പം ഇങ്ങനെ പല കോലത്തിലാണ് നമ്മൾ. ഈ ഉപദേശങ്ങളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? എല്ലാവരും ഉറപ്പുള്ളവരായി വരണം. അത് ചുമ്മാ ഉപദേശം കേട്ടിട്ടല്ല ഉറപ്പ് വരേണ്ടത്, ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ഉറപ്പ് പ്രാപിക്കണം. നീ എൻ്റെ പുത്രനെന്ന് അബ്ബാ പിതാവേ എന്നെ വിളിപ്പിക്കുന്ന, അപ്പച്ചാന്ന് വിളിപ്പിക്കുന്ന, അതാ എൻ്റെ അർത്ഥം, പപ്പാന്ന് വിളിപ്പിക്കുന്ന ആ സ്നേഹം നമ്മളിൽ ഉളവാക്കുന്ന ആത്മാവിൻ്റെ ശബ്ദം എൻ്റെ ഉള്ളിൽ കേട്ട് ഞാൻ മകനാണ് മകളാണെന്നുള്ള ഉറപ്പ് ലഭിക്കണം. പ്രത്യാശയുള്ളവർക്കെല്ലാം ഉറപ്പുണ്ടാകണം. അതെല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയായി ശുശ്രൂഷകൾ. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ആ പരിജ്ഞാനം എന്നുള്ള വലിയൊരു വാക്ക് ഇപ്പം വിശദീകരിക്കാൻ പറ്റില്ല, ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് പരിജ്ഞാനം എന്നുള്ള വാക്ക് നമുക്ക് വിടാം, അത് നല്ലത്. എന്തെങ്കിലും അർത്ഥം പറഞ്ഞാൽ പോരല്ലോ. അടുത്ത വാക്യം, ആ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അപ്പൊ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് എന്തോ 33.5 വയസ്സാണ് അവൻ അപ്രോക്സിമേറ്റ്ലി ജീവിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 3.5 വയസ്സാണ് അവൻ നമുക്ക് പകരം കഷ്ടത അനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി നീതി പൂർത്തിയാക്കാൻ വേണ്ടി സ്നാനപ്പെട്ട്, അല്ലേ, സകല നീതി നിവർത്തിക്കാൻ വേണ്ടി സ്നാനപ്പെട്ട് സകല നീതി നിവൃത്തിയായെന്ന് ക്രൂശിൽ പറയുന്ന ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ക്രിസ്തു നേടിയ വിശുദ്ധി, ക്രിസ്തു നേടിയ നീതി, ക്രിസ്തു നേടിയ തേജസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ്. അത്രയും നമ്മൾ നേടാൻ നമുക്ക് ചിലപ്പോൾ ദൈവം എത്രയോ വർഷങ്ങൾ തന്നിട്ടുണ്ടാവും. നമ്മുടെ എല്ലാം ലക്ഷ്യം യേശു എന്ത് ധനത്താൽ അനുഗ്രഹീതനായിരുന്നു, അവൻ എന്ത് നേടിയോ അത് മുഴുവൻ വിശ്വാസത്താൽ നമുക്ക് അനുഭവിക്കണം. അപ്പോൾ അത് വിതരണം ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് ഈ സഭ നിലനിൽക്കുന്നത്. അടുത്ത വാക്യം, പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ഓക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും സൗണ്ട് ഡോക്ടറിനിൽ എത്തിക്കഴിഞ്ഞാൽ, ഉപദേശത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കില്ല? അങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും, മനുഷ്യർ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നതല്ല, അവരും ചതിക്കപ്പെട്ടവരാ, അതുകൊണ്ടാണ് അവർ ചതിക്കുന്നത്, അല്ലാതെ മനഃപൂർവ്വം ചതിക്കുന്നതല്ല. ചതിയാൽ ഉപായത്താലും ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴലുന്ന ശിശുക്കളായിരിക്കാതെ അപ്പൊ ഒരു ലോക്കൽ സഭ ഒരു ദേശത്ത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ക്രിസ്തു എന്ന തലയോളം അവരെല്ലാവരും വളരണമെന്നാണ്. ഇപ്പം നമ്മൾ മിക്കവാറും സഭകളിൽ ലോകപരമായ ബ്ലെസ്സിങ്സാണ് കൂടുതൽ പറയുന്നത്. അങ്ങനെയുള്ള സഭകൾ അത് മാത്രം പറയുന്ന സഭകളുമുണ്ട്, വല്ലപ്പോഴും ഇത്തിരി മായം കലർത്തുന്ന സഭകളുമുണ്ട്, ഇതല്ലാതെ മുകളിലോട്ട് മാത്രം നോക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കർത്താവ് മുന്നമേ കണ്ട മുത്തുണ്ടല്ലോ, അത് ഈ ജനങ്ങളാണ്, സഭ, ലോകമാകുന്ന ചിപ്പിക്കകത്തുനിന്ന് കർത്താവ് വേർതിരിച്ചെടുക്കുന്ന ഒരു കൂട്ടം. അങ്ങനെ ഒരാളെ അബുദാബിയിൽ കർത്താവ് കണ്ടു. അവനെ യേശുവിനെ പോലെ ആക്കി സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അവൻ ഏത് ചർച്ചിൽ വിടും? നമ്മുടെ ചർച്ച് വിടുവോ? കേട്ടോ, ലോകത്തിലെ അംബാനിയെ പോലെ ആക്കാൻ വേണ്ടിയാണ് വിളിച്ചതെങ്കിൽ അതിനെ പറ്റി ഇഷ്ടം പോലെ ചർച്ചകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ആയി പോയിന്നും വരാം. പക്ഷെ നമ്മളൊരു കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടുമ്പം കേരളത്തിലൊക്കെ ആദ്യം നോക്ക്, നീമാർ മരുന്ന് കൊടുത്ത് കിടത്തി ഉറക്കുവോ, നല്ലോണം പഠിപ്പിക്കുവോ, ട്രെയിൻഡ് സ്റ്റാഫാണോ, അല്ലാത്തത് നമ്മൾ പിള്ളേരെ വിടുകയില്ല. അതുപോലെ ഇന്നത്തെ സഭകളിൽ മിക്കവാറും എടുത്തും ലോകം പ്രസംഗിക്കപ്പെടുന്ന സഭകളിൽ വന്നു ചേരുന്നത് ചെമ്മരിയാടുകളല്ല, കോലാടുകളാണ്. അവർക്ക് വേണ്ടത് ലോകമാണ്, പ്രസംഗിക്കുന്നത് ലോകമാണ്. അതുകൊണ്ട് ആരാ ഇങ്ങോട്ട് ആൾക്കാരെ പറഞ്ഞു വിടുന്നറിയോ? ഈ ലോകത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ദൈവമല്ല, അവൻ്റെ ആടുകളെ അവൻ വിടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തേജസ് ആ സഭയിൽ വെളിപ്പെടുത്തപ്പെടണം, ഉപദേശ സത്യങ്ങളിലെത്തണം. ആ കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഇവർ ഫെലോഷിപ്പിൽ നടത്തി അവനെ ക്രിസ്തുവിനെ പോലെ ആക്കും എന്ന് കർത്താവിൻ്റെ ബോധ്യമാണ് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്ക് വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അബുദാബിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ കർത്താവ് എങ്ങോട്ട് വിടണം? എങ്ങോട്ട് വിടണം? സ്വർഗത്തിൽ പോകാൻ, ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കാൻ ഒരാളെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ വിടണം? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത് വിടണം. കർത്താവ് പറഞ്ഞു, അവരെ പോയാൽ അവൻ കർത്താവിനെ പോലെ എൻ്റെ ഉദ്ദേശം പൂർത്തിയാവും, അപ്പുറത്ത് പോയാൽ ആവില്ല. വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ടില്ലേ?
അവരെന്തന്വേഷിച്ചാ പോകുന്നതെന്നറിയോ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലുന്ന കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതായത് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ജീപ്പ് പോകുമ്പം, ജീപ്പ് ഒരു സൈഡിൽ പോകുമ്പോൾ ഈ ഇലകളെല്ലാം കൂടെ ജീപ്പിൻ്റെ പുറകെ കുറച്ച് നേരം പോകും. ചില പട്ടികളും അങ്ങനെയാണ്. വണ്ടി പോകുമ്പോൾ കുറേ ദൂരം പുറകെ ഓടും, പിന്നെ അത് നിർത്തും. നമ്മൾ നല്ല രസമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടങ്ങ് പോകും. പട്ടിയുടെ അവസ്ഥ പാവം പട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. തിരിച്ചു വരുമ്പം ഇതേ ഇലകൾ എവിടെ പോയി വീണോ അവിടെ നിന്ന് പറന്ന് പഴയ സ്ഥലത്ത് പോയി വീഴും. ഇന്ന് ട്രഡീഷണൽ ചർച്ചകളിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ് ഈ ട്രാൻസ്ഫർ. ഒരു പാസ്റ്റർ ഒന്ന് കർത്താവ് മാത്രം എന്ന് പറഞ്ഞ് എല്ലാവരെയും 3 വർഷം അങ്ങോട്ട് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ആ പാസ്റ്റർ മാറും, അടുത്ത പാസ്റ്റർ വരും. അയാൾ ഈ ലോകത്ത് നിനക്ക് വിടുതലുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ 3 വർഷം തിരിച്ചു ഓടിപ്പിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ നാൾ കഴിയുമ്പം ഇവർ 50 വർഷം കഴിഞ്ഞാലും പരിജ്ഞാനത്തിലെത്തുകയില്ല, വിശുദ്ധിയിലെത്തുകയില്ല. കാരണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലും. അപ്പോൾ സഭയ്ക്കൊരു ഫൗണ്ടേഷൻ വേണം, ഡോക്ടറിന് വേണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിൽ പോകുന്നവർ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചെന്നല്ല, എന്താണ് പത്യോപദേശം, എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാം. അവരാ ചെറുപ്പത്തിൽ അത് പഠിച്ചാൽ നമുക്ക് ഇവരുടെ പുറകെ വടിയായിട്ട് ഓടേണ്ട ആവശ്യം വരത്തില്ല, പിന്നീട് നിലവിളിക്കേണ്ടി വരത്തില്ല. ഇനി കുടുംബം എവിടെ വരുന്നതെന്നറിയോ? ഈ സഭയിൽ നിന്ന് വീണ്ടും ജനിച്ച മാതാപിതാക്കൾ, അവരുടെ കയ്യിലേക്ക് അത്രയും പരിജ്ഞാനം കുഞ്ഞുങ്ങൾക്കുണ്ടാവില്ല. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം എന്താ? ഒരാളെ നമ്മുടെ സഭയിലേക്ക് വിടുമ്പോൾ ദൈവം കണ്ട അതേ സ്വപ്നം ഈ കുഞ്ഞുങ്ങളെ ബാക്കി സമയം നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല, ഭയം ഒരു വേഷം മാത്രമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ക്യാൻ വി എവർ ടീച്ച് ദ ഫിയർ ഓഫ് ദ ലോഡ്? കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് ദൈവഭയമാണ്. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെന്ന് കണ്ടാലേ, നമ്മൾ ചിലപ്പം പറയലേ, ആഹാരം കഴിച്ചില്ലെങ്കിൽ പണ്ടൊക്കെ പറയുന്നു പാക്കാൻ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. വേറെ ഏതാണ്ടൊക്കെ പറയുമായിരുന്നു, പല പല വാക്കുകൾ. അപ്പം നമ്മളെങ്ങനെ പറയുന്നറിയോ? കോക്കാച്ചി. നമ്മൾ പറയുന്നത് എങ്ങനെയെന്നറിയോ? കോക്കാച്ചി പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സൗണ്ട് കേൾക്കുമ്പം ആ കോക്കാച്ചി എന്നുള്ള വാക്ക് എന്താണെന്ന് കൊച്ചിന് അറിയാൻ മേല. പക്ഷെ കൊച്ചിനെ ഫിയർ കിട്ടുന്ന എവിടെ നിന്നറിയോ? നമ്മുടെ എക്സ്പ്രഷൻ ആകുന്ന. ഒയ്യോ, അപ്പോൾ അവരുടെ പിള്ളേരുടെ ചിന്ത അപ്പനും അമ്മയും എല്ലാം ഈ കോക്കാച്ചിയെ പേടിച്ച് അവിടെ ജീവിക്കുന്ന, മിണ്ടാതിരിക്കുന്നെന്ന്. അപ്പോൾ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ഫിഗർ ടു ദ ചിൽഡ്രൻ. ഭയപ്പെടണം എന്ന് പറയാം അല്ലേ? പിന്നെ നമ്മൾ അതുപോലെ യേശുവിനെ ഭയപ്പെടുത്തുന്ന ഒരാളായിട്ട് യേശു ഒപ്പച്ച അടിക്കും. അത് കോക്കാച്ചി പ്രായത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട മാതാപിതാക്കളാണ്. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ യേശു ഒപ്പച്ച നരകത്തിൽ പിടിച്ചിടും. ഇത് വേറൊരു ഭ്രാന്താണ്. കർത്താവ് നരകത്തിൽ പിടിച്ചിടുമെന്ന് പേടിച്ചൊരു കൊച്ചനുസരിക്കുന്ന കർത്താവിന് ഇഷ്ടമാണോ? അല്ല. വീണ്ടെടുക്കപ്പെട്ടവൻ എന്നുള്ള സന്തോഷത്തിൽ അനുസരിക്കുന്ന വിശുദ്ധീകരണം, ഭയത്തിൽ നിന്ന് അനുസരിക്കുന്നില്ല. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറയാണ്, മോനെ നീ ഈ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടെ. ഞാൻ പറയാം എന്നെ കൊണ്ട് പറ്റില്ല. വന്നാൽ നല്ല പൊട്ടിര് കിട്ടും. എന്നാൽ ശരി ചെയ്തേക്കാം. ഇത് വിശദീകരണമാണോ? അല്ല. ഇങ്ങനെ പേടിക്കുന്നവരുണ്ട്. ഇനി എങ്ങാനും അടിച്ചു വാരിയില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ? അടിച്ചു വാരിയേക്കാം. അത് വിശുദ്ധീകരണമേ അല്ല, അത് അവിശ്വാസമാണ്. അതേസമയത്ത് എൻ്റെ അപ്പൻ്റെ വീടായത്, എൻ്റെ അപ്പൻ എന്നെ എന്തോരം സ്നേഹിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ആ അപ്പനെ ഞാൻ തിരിച്ച് സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള, ക്രൂശിലാണ് ഓക്കെ, പക്ഷെ ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ദാഹമുണ്ട്. അത് പഴയ നിയമത്തിൽ കാണാം. ശബത്ത് ദിവസം 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചോ, ഒരു ദിവസം എൻ്റെ കൂടെ വന്നിരിക്കും. കർത്താവിൻ്റെ ചോദ്യമാണ് ഈ പാവികളോട്. എല്ലായിടത്തും പോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? കർത്താവ് അന്ന് മുതൽ 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചിട്ട് പറയാം എൻ്റെ അടുത്ത് വന്നിരിക്കുമോ? നമ്മളോട് എന്താ പറയുന്നറിയോ? 7-ാം ദിവസത്തിലൊന്നുമില്ല, ശബത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഫ്രീഡം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വന്നിരുന്നോളാനാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എല്ലാ സമയവും നമുക്ക് 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം പോയിരുന്നാൽ പോരെ. ഇപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. 7 ദിവസവും അവൻ്റെ അടുത്ത് ഇരിക്കാനും അവനിൽ നിന്ന് സ്വസ്ഥത പ്രാപിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പം ഇത് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഭയം. എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്
ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എൻ്റെ പേരൻറ്റിങ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. ഞാനൊരു വലിയ സക്സസ്ഫുൾ പേരൻ്റ് ആണെന്ന് ഞാൻ പറയാൻ അവകാശപ്പെടുന്നില്ല. സക്സസ് ഈസ് ഗിവൺ ബൈ ദ ലോർഡ്. മെത്തഡാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മകനെ തല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. തല്ലണം കേട്ടോ, തല്ലേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ അത് വേണ്ടാന്ന് വിചാരിക്കേണ്ട, അതുണ്ട്, അതെവിടെയാണെന്ന് ഞാൻ പറയാം. തല്ലാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ തല്ലാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിക്കുക, നീ എത്ര ബെറ്റർ ആയിരുന്നോ, നിന്റെ സ്വഭാവം എങ്ങനെയുണ്ട്, പിന്നെ നീ എന്തിനാ ഇവനെ തല്ലിയ? അപ്പം ഞാൻ നോക്കുമ്പോൾ അവനേക്കാൾ മോശമാണ് ഞാൻ പിന്നെ എങ്ങനെ ഇവനെ തല്ലും? ഇതായിരുന്നു എൻ്റെ ക്രൈസിസ്. ഈ എന്തിനാ തല്ലേണ്ടതെന്നുള്ള കാര്യം. പഴയ നിയമമാണ് തല്ലുന്നത്. എവിടെയാ പഴയ നിയമം പ്രയോഗിക്കേണ്ടി വരുന്നതെന്നറിയോ? കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വരുന്നത് വരെയാണ്. അതുവരെ അവർ പഴയ നിയമ ഡിസിപ്ലിനെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, വലിയ പാപങ്ങളിൽ അവർ വീഴാതിരിക്കാൻ, തല്ലെന്നുള്ളതല്ല, ഡിസിപ്ലിനിങ്. അവിടെയാണ് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഡിസിപ്ലിനിങ് പാർട്ട്, മറ്റൊന്ന് അതിൻ്റെ ടീച്ചിങ് പാർട്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും. അവരെ ആത്യന്തികമായി വിശുദ്ധീകരിക്കാൻ പത്യോപദേശം ആവശ്യമാണ്. പക്ഷേ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് പത്യോപദേശം ഉണ്ടാവില്ല. സോ വി നീഡ് ടു ട്രെയിൻ ദം. അതാണ് ശിശുപാലകൻ എന്ന് ന്യായപ്രമാണത്തെ വിളിക്കാനുള്ള കാരണം. നമുക്കെല്ലാം ഒരു ശൈശവാവസ്ഥയുണ്ട്. ശൈശവാവസ്ഥയിൽ നിന്ന് ബാലാവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകാനുള്ള പ്രായം ആവുമ്പോഴേക്കും സഭയ്ക്കകത്തുനിന്ന് അവരത് കേൾക്കണം. കുടുംബത്തിനകത്തുനിന്ന് കേൾക്കുന്ന സെക്കൻഡ് ഓപ്ഷനാണ് ദേ ഷുഡ് ലിസൺ ടു ഇറ്റ് ഫ്രം ദ ചർച്ച് ആൻഡ് ദെൻ ദേ ഷുഡ് സീ ഇറ്റ് ബീങ് പ്രാക്ടീസ്ഡ് ഇൻ ഹോം. കാരണം എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരികയില്ല വീട്ടിൽ. അത് പഠിക്കാനുള്ള സ്ഥലം സഭയാണ്. സഭ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം സഭയിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരാ. ദ ചർച്ച് ഷുഡ് ടീച്ച് ദം ദ സൗണ്ട് ഡോക്ട്രിൻസ് ആൻഡ് ദേ ഷുഡ് ലേൺ. പക്ഷെ അതുവരെ അവർ ആപത്തിൽ ചാടാതിരിക്കാൻ, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മര്യാദകളുടെ ലിമിറ്റുകൾ പാലിക്കാൻ, അതിനു വേണ്ടി മാത്രം. പക്ഷെ അടിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഉറപ്പ് വരുത്തണം, വി ഷുഡ് എൻഷുവർ ദാറ്റ് വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ ആങ്കർ. അതിന് രണ്ട് കഥകൾ ഞാൻ പറയാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്കൊരു, എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്നെ ഡോക്ടറാക്കണം. ഞാൻ BSc ഒക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു വർഷം ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് എൻട്രൻസിനൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു അറ്റംപ്റ്റ് നടത്തിയേക്കാം. ആദ്യം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻട്രൻസ് എഴുതുന്ന സമയത്ത് എനിക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റി. എൻ്റെ പേപ്പർ ഇൻവാലിഡായിപ്പോയി. അല്ലെങ്കിൽ കിട്ടുമായിരുന്നെന്നുള്ളതല്ല, പക്ഷേ ആ ഒരു ചാൻസ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി 1 year ഐ വിൽ സെറ്റ് എ പാർട്ട് ഫോർ ദിസ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിമാലി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എൻ്റെ അമ്മ വീട്. അവൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളുടെ മകൻ ഒരു പാരൽ കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒന്ന് ചോദിച്ചു, സീനിയർ, ഹീസ് എ സീനിയർ. അതെന്നോട്, ചേട്ടാ നീ ചുമ്മാ ഇരിക്കുമല്ലേ, ഒരു പണി ചെയ്യ്, നീ രാവിലെ എന്താ 10ാം ക്ലാസ്സുകാർക്ക് എന്താ മാത്സോ സയൻസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർമാരെ കിട്ടാനും പാടാ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെന്നു, ആദ്യം അവിടുത്തെ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. പ്രിൻസിപ്പൾ വാന്ന് പറഞ്ഞ് വിളിച്ച് അകത്ത് ഒരു റൂമിലോട്ട് കൊണ്ടുപോയി. അവിടെ ചൂരൽ ഇതുണ്ട്. ഇവിടെയാണ് നമ്മൾ അപകടം ഉണ്ടാക്കുന്നിടത്ത് ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടോ. ഇപ്പം ഇതാണ് അപ്പൻ്റെ ഡിസിപ്ലിൻ. അപ്പനാണോ? അല്ല, ആരായാലും ഓക്കെ, ആരായാലും തക്ക സമയത്ത് ഡിസിപ്ലിൻ ചെയ്യേണ്ടി വരും. ഓൾറൈറ്റ്. അപ്പോൾ ഈ പ്രിൻസിപ്പൾ എന്നെ അകത്ത് റൂമിലോട്ട് കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയോ കാഴ്ച? ചൂരൽ വടികൾ ഒരു കെട്ടിൽ 50 അല്ലെങ്കിൽ 100, ഇത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൻ്റെ പല കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്ന നേരത്ത് സാർ, ഞാൻ പുസ്തകം എടുത്തു, പറഞ്ഞു ഒരു കെട്ടിൽ സാറിൻ്റെ അനന്തരത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ? ഇതൊരു മാസത്തേക്കുള്ള കെട്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടിച്ച് ഇത് 1 മാസം കൊണ്ട് പൊട്ടിച്ചിരിക്കണം. അപ്പം ഞാൻ കോട്ടയം CMS കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. CMS കോളേജ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട് അറിയാം, ഇതുപോലെ സ്വാതന്ത്ര്യമുള്ളൊരു കോളേജ് അന്നത്തെ കാലത്ത് ലോകത്തൊരിടത്തുമില്ല. ഇന്നും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരുടെ മേൽ യാതൊരു കൺട്രോളും ഇല്ലാത്ത ഒരു കോളേജാണ്. അതായത് ഒരു തരത്തിലുള്ള ഡിസിപ്ലിനിങ്ങും ഇല്ല. ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ 2 3 പേരെ ഡിഗ്രിക്ക് ക്ലാസ്സിൽ കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റോട്ടിലായിരിക്കും, ചിലപ്പോൾ സിനിമാ കോട്ടിലായിരിക്കും. ആരും ഒന്നും അന്വേഷിക്കാനൊന്നും പോകത്തില്ല. വന്നില്ലെങ്കിൽ അത്രയും സമാധാനം സാറുമാരും വിചാരിക്കുള്ളൂ. അതുപോലെ ഫ്രീഡമാണ്. പക്ഷേ സുവിശേഷം അവിടെ വെച്ചാണ് ഞാൻ കേട്ടത്. കാരണം ഈ ഫ്രീഡം ഉണ്ടായിരുന്നെങ്കിൽ അത് മുതലാക്കിയത് സുവിശേഷ പ്രവർത്തകരാണ്. അവിടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൃത്യമായിട്ട് സുവിശേഷ യോഗങ്ങളുണ്ട്. എല്ലാ ദിവസവും. ഇന്ന് ICPF ആണെങ്കിൽ നാളെ EU.
നാളെ കഴിഞ്ഞ് ക്യാമ്പസ് ക്രൂസൈഡ്, അത് കഴിഞ്ഞ് CSIക്കാരുടെ യൂത്ത്, എല്ലാവരുടെയും മീറ്റിംഗ് എല്ലാ ദിവസവും ഉച്ചയ്ക്കുണ്ട്. ഇനി ക്യാമ്പസ് ക്രൂസൈഡുകാരോ ആരെങ്കിലും വന്നിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു മ്യൂസിക് ഈവനിങ് വെക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ പറയും ലാസ്റ്റ് പീരീഡ് വിട്ടേക്കാം, ആ സമയത്ത് വെച്ചോളാൻ പറയും. ഇതാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ അവിടെ വെച്ചാണ് സൂക്ഷിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു 2 വശങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന ഒരാളെന്നുള്ള ഗമയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു കൾച്ചറിൻ്റെ ഗമയ്ക്ക് ഞാൻ പറഞ്ഞു, വടിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, വടിയില്ലാതെ പഠിപ്പിക്കുന്ന. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു, സാർ ഇപ്പോൾ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ്സിലോട്ട് ചെന്നപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നേക്കാൾ മൂത്ത പിള്ളേരാ 10ാം ക്ലാസ് പഠിക്കാനിരിക്കുന്നു. തോറ്റ് ആരെ അനുസരിച്ച്, ഇന്നാണല്ലോ എല്ലാം പാസ്, അന്നൊന്നും പാസ്സാവില്ല. തോറ്റ് മടുത്ത് 4 3 എത്രയാ ചോദിക്കുമ്പം 6 എന്ന് പറയും, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, 3 4 എത്രയാ ചോദിക്കും, പിന്നെ തെറ്റിച്ച് പറയുന്ന ടൈപ്പ്. ഞാൻ വിചാരിച്ചു തോറ്റു, വടിയെടുത്തേക്കാം. പിന്നെ അടിയുടെ പെരുന്നാളായിരുന്നു, അടിയോടടി. അവസാനം ഒരു ദിവസം ഒരു പയ്യനെ ഞാൻ അടിക്കാൻ വേണ്ടി വിളിച്ചു, കൈ നീട്ടലാന്ന് പറഞ്ഞു. കൈ നീട്ടി വടി ഇത്രയും പൊങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവനെ തല്ലുന്നതിനുള്ള സ്നേഹം കൊണ്ടാണോ? ആണോ അല്ലയോ പറ. അല്ല, അവനെ എതിലേ പോയിന്ന് പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഇപ്പം സ്നേഹം ഉണ്ടായിരുന്നോ? റിയലി ഇല്ല. പിന്നെ എന്തിനാ ഞാൻ അവനെ തല്ലുന്നത്? എൻ്റെ ദേഷ്യം തീർക്കാനാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പിള്ളേരെ വഴക്ക് പറയുമ്പോൾ ഇതാ അവിടെ പറയുന്ന കോപിപ്പിക്കരുതെന്ന്. ഈ പിള്ളേരോട് വഴക്ക് പറയുമ്പോൾ അടിക്കുമ്പോഴും നിങ്ങൾക്ക് കോപത്തിലാണ് നിങ്ങൾ ശിക്ഷിക്കുന്നതെങ്കിൽ അടി അവർ പെട്ടെന്ന് മറന്നാലും അവരുടെ ഉള്ളിലേക്ക് വരുന്ന എന്നാന്നറിയോ? കോപം ഈസ് ഓക്കെ, ദേഷ്യം ഈസ് ഫൈൻ. യു ക്യാൻ വർഷിപ്പ് ഇൻ ദ മോർണിംഗ്, പ്രേ ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഗെറ്റ് ആംഗ്രി ഇൻ ദ ഈവനിങ്, നോ പ്രോബ്ലം. ഇതാ അവരുടെ മനസ്സിലേക്ക് വരുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പം ഞാൻ അന്ന് സ്നാനപ്പെട്ട ആഴ്ചയാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഏകദേശം ഞാൻ ഈ വടി ഇങ്ങനെ പിടിച്ച വടി താഴോട്ട് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഒരുത്തനെ അടിച്ചതാണ്, ഇവനെ അടിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നീതി ഡിമാൻഡ്സ് ദാറ്റ് ഐ ഷുഡ് ബീറ്റ് ഹിം. അപ്പം ഞാനോട് പറഞ്ഞടാ, ഗതികേട് കൊണ്ടാണ് ഞാൻ നിന്നെ അടിക്കുന്നത്. എൻ്റെ ഗതികേട് അവൻ വിചാരിച്ചു അവൻ നന്നാൻ വേണ്ടിയാന്ന്. അതല്ല എൻ്റെ ഗതികേട്. എൻ്റെ ഗതികേട് എൻ്റെ പാപമാണ്, എൻ്റെ ദേഷ്യം. ഞാൻ അവനോട് പറഞ്ഞു, 2 കൽപ്പിച്ച് പറഞ്ഞു, ഞാൻ നിന്നെ അടിക്കാൻ പോവാ, ഞാൻ 2 അടി അടിക്കും, പക്ഷെ 2 അടി കൊണ്ട് നീ നന്നായിക്കോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നന്നായിക്കോളാം സാറേ എന്ന് പറഞ്ഞു. കൈ നീട്ടി 2 അടിക്ക്. ആ പഴയ അടിയുടെ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അടിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവൻ അതോടെ നന്നായി. ഞാൻ അന്നാ മനസ്സിലാക്കിയത്, കോപം ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ക്യാൻ മേക്ക് യുവർ ചിൽഡ്രൻ ആംഗ്രി. അതുകൊണ്ടാണ് മക്കളെ കോപിപ്പിക്കാതെ ശിക്ഷിക്കാൻ പറയുന്നത്. കാരണം യു ഹാവ് ടു വെയിറ്റ് അൺടിൽ യുവർ ആങ്കർ സബ്സൈഡ്സ് ആൻഡ് ദെൻ കോൾ ദം ആൻഡ് ഇൻസ്ട്രക്ട് ദം വൈ ഐ ആം ഗോയിങ് ടു ബീറ്റ് യു. എന്തിനാണ് ഞാൻ നിന്നെ അടിക്കുന്നത്? ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല. പക്ഷെ നമുക്ക് ദേഷ്യം വരുമ്പോഴേക്കും പിന്നെ കണ്ണും കാലം ഒന്നും കാണാൻ മേല. അടിച്ചു കഴിഞ്ഞാലേ പിന്നെ നമുക്കൊരു സിമ്പതി ഉണ്ടാകുന്നത്. പാവം കൊച്ചിനെ ഞാൻ ഇത്രയും തല്ലിയല്ലോ. ദിസ് ഈസ് ലിവിങ് ഇൻ ദ ഫ്ലഷ്. ഈ ഫ്ലഷിൽ ജീവിക്കുമ്പോൾ പാപം വരുന്ന എവിടെ നിന്നറിയാമോ? ഹൃദയത്തിൽ നിന്നല്ല കേട്ടോ, നമ്മുടെ തെറ്റിദ്ധാരണ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന്. അത് എവിടെ നിന്നാണ് നമുക്ക് ഞാൻ പിന്നെ പറയാം. ശരിക്കും വരുന്ന എവിടെ നിന്ന് നമുക്ക് അറിയാൻ മേല. ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ഇത്തിരി നേരം കഴിയുമ്പം എൻ്റെ മകനോട് ദേഷ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ച് ദേഷ്യപ്പെടണം. അങ്ങനെയാണോ നിങ്ങളാരും ദേഷ്യപ്പെടുന്നത്? അല്ല. പാപം ചെയ്യുന്ന വിചാരങ്ങളിൽ നിന്നല്ല കേട്ടോ, ചിന്തകളിൽ നിന്നുമല്ല. ചിന്തകളിൽ നിന്നാണ് പാപം ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നറിയോ? ഞാൻ ഇനിയൊരു ഈ മീറ്റിംഗ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് കുറച്ച് ലോകമോഹങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലോകമോഹങ്ങൾ വരുന്നത്. അതൊക്കെ തന്നെ വന്നോളും. എവിടെന്നാ വരുന്നതെന്ന് നമുക്ക് ഒരു പിടിയുമില്ലാത്ത സാധനങ്ങളാണിത്. ദേഷ്യം വന്നാൽ കണ്ണ് കാണാനും മേല. ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം ശിക്ഷണത്തെക്കുറിച്ച്. ഈ അങ്കിളിന് 2 ആൺമക്കളാണ്. അപ്പം ഇവരെന്തേലും കുരുത്തക്കേട് ഒപ്പിക്കും. പിള്ളേർ കുരുത്തക്കേട് ഒപ്പിച്ച് കഴിയുമ്പം അമ്മ ഒന്നും ചെയ്യത്തില്ല. ഷീ വിൽ ബി വെരി സൈലൻറ്റ്. വൈകിട്ട് അപ്പം വരുമ്പം പറയും, ഇന്ന കുരുത്തക്കേടുകൾ പിള്ളേർ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നാ പറയുന്നറിയോ? കുറിച്ച് വെച്ചേക്കാൻ പറയും. ഇത് കുറിച്ച് വയ്ക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പം 1-2 കേസുകളുടെ വരും. അതെല്ലാം കുറിച്ച് വയ്ക്കും. ഒരു ദിവസം അപ്പന് നല്ല മൂടുള്ളൊരു സമയത്തേക്ക് വിളിക്കും. വിളിച്ചിട്ട് കുറ്റപത്രം, 3-ാം തീയതി 3 മണിക്ക് നീ ചെയ്ത കുറ്റം, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് ഒരു 5-6 കുറ്റങ്ങളായിരിക്കും.
ഇത് എപ്പോൾ വരുമെന്ന് ഈ പിള്ളേർക്ക് അറിയാൻ മേല. വന്നാൽ അന്ന് അവരുടെ കഷ്ടകാല. അടിയെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് ദേഷ്യത്തിലൊന്നുമല്ല, വെൽ കാൽക്കുലേറ്റഡാ. നിനക്ക് എന്തുകൊണ്ട് നീ ഇത് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തു കൂടാ. അടിച്ചു, കാല് പൊട്ടി ബ്ലഡ് വരും. 2 അടി അടിക്കുള്ളൂ, പക്ഷെ അടിയെന്ന് പറഞ്ഞുണ്ടല്ലോ പശുവിനെ തല്ലുന്നേക്കാളും കഷ്ടമായിരിക്കും. ഇപ്പം പിള്ളേർക്ക് ഒരു ഉൾക്കിടലുണ്ട്, എപ്പോഴാണ് അപ്പം വിളിക്കുന്നത്. നല്ല മൂഡിൽ വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പഴയ ബുക്ക് എടുത്തുകൊണ്ട് വരുന്നത്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില അമ്മമാരങ്ങനല്ല ചെയ്യുന്നത് കേട്ടോ. അമ്മമാർ കിട്ടുന്ന സാധനം വെച്ച് തലക്കിട്ടും ഓക്കെ. കുറേ കഴിയുമ്പോൾ ഈ പിള്ളേരെ ഈ വടി മേടിച്ചാൽ കുടിച്ചു കളയും തൻ്റെ ഇടമാകുമ്പോഴേ. കാരണം ഇവർക്ക് ഈ ഭയം അങ്ങ് പോകും. ഭയം വടിയോട് മാത്രമല്ല പോകുന്നത്, തല്ലി വളർത്തുന്ന പിള്ളേരുടെ വേറൊരു പ്രോബ്ലം, പിന്നെ അവർ ലാത്തിയേയും പേടിക്കാതാവും. പിന്നെ ഓരോ പ്രാവശ്യം ഒരു അടിയുടെ ഡോസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. വഴക്ക് പറയുന്നതിൻ്റെ ഡോസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇന്നലെ പറയാത്ത വാക്കുകൾ ഇന്ന് അവനോട് പറയേണ്ടി വരും. ഇന്നലെ അടിക്കാത്ത അടി ഇന്ന് അടിക്കേണ്ടി വരും. പത്യോപദേശം വിട്ടുപോയാൽ ജീവിതകാലം മുഴുവൻ ഈ ശിശുക്കളെ മെയിൻറ്റെയിൻ ചെയ്ത പോലെ നമ്മളവരെ കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ട് പ്രായമാകുന്ന വഴിക്ക് ഈ പത്യോപദേശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സൈഡ് എന്താണത്? ഇൻസ്ട്രക്ഷൻ ഓഫ് ദ വേർഡ്, ഡോക്ട്രിൻ. അത് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാൽ അത് എങ്ങനെ കിട്ടണം? ബുദ്ധിയിൽ കിട്ടിയാൽ പോരാ, അത് ദൈവ ഭയത്തിലൂടെ കിട്ടണം. അവരുടെ അപ്പനമ്മമാർ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ദൈവ ഭയമുണ്ട്. എൻ്റെ മകൻ അറിയണം, മക്കൾ അറിയണം അപ്പൻ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് മക്കൾ അറിയണം. എങ്ങനെ അറിയണം? ദൈവമുണ്ട്, അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. അവൻ്റെ മുൻപിൽ നമ്മൾ ജീവിക്കണം. അവൻ ഭയപ്പെട്ട് നമ്മൾ നരകത്തിൽ വിടുന്ന ദൈവമല്ല, സ്നേഹിച്ച് രക്ഷിച്ച് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവമാണ്. അവന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ അവൻ സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ സ്നേഹത്തിലേക്കും സ്നേഹത്തോടെയുള്ള ഭയത്തിലേക്കും കുഞ്ഞുങ്ങളെ നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ ആ വഴിക്ക് പോയവരായിരിക്കണം. നമ്മളിൽ നിന്ന് മാത്രമേ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പം നമുക്കറിയാം ഇൻഷുറൻസ് ഏജൻറ്റുമാർ വന്ന് എത്ര പേരെ വേണമെങ്കിലും നല്ല വാചകം ഓടിക്കാമെങ്കിൽ നിങ്ങളെ കൊണ്ടെല്ലാം ഇപ്പോൾ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ട് പോവാം അല്ലേ? പക്ഷെ അവൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? അതുപോലെ സിനിമാ നടിമാരും നടന്മാരൊക്കെ ഒന്ന് ഈ സോപ്പ് ഇട്ട് കുളിക്കൂ സൗന്ദര്യത്തിനെന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിലെ സോപ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാലത്ത് ചെയ്യാം, ക്യാൻവാസിങ്ങിൻ്റെ സമയത്ത് ചെയ്യാം. ഇങ്ങനൊരു ശിഷ്യനെ ക്യാൻവാസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇഫ് യു ആർ നോട്ട് എ ഡിസൈപ്പിൾ യു കനോട്ട് ഡിസൈപ്പിൾ എനി വൺ. നിങ്ങളൊരു ശിഷ്യനല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെയും ശിഷ്യപ്പെടുത്താൻ പറ്റില്ല. ശിഷ്യന്മാർക്ക് മാത്രമേ ശിഷ്യന്മാരെ ഉളവാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹാസ് ടു കം ഫ്രം ദ ചർച്ച്. ചർച്ച് ഈസ് ദാറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഡോക്ട്രിൻസ്. ഡോക്ട്രിൻസ് കൊടുക്കാനുള്ള റൈറ്റ് സഭയ്ക്കാണ്. സഭ യഥാർത്ഥ ഉപദേശങ്ങളിന്മേൽ പണിയപ്പെട്ടിരിക്കണം. സഭ ലോകമോഹങ്ങളെ ജനിപ്പിക്കുമാർ ആയി മാറരുത്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പ്രത്യാശയിലേക്ക് ഉപദേശരൂപം വെച്ച് ഓരോരുത്തരെയും പണിയുന്ന കർത്താവിൻ്റെ സ്റ്റാമ്പുള്ള, ആത്മാവിൻ്റെ സ്റ്റാമ്പുള്ള സഭയാകണം. ആ സഭയ്ക്കാണ് ഉപദേശങ്ങൾ ഡിഷ് ഔട്ട് ചെയ്യാനുള്ള, വിതരണം ചെയ്യാനുള്ള പ്രാഗൽഭ്യമുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് അനേകം മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ദൈവഭയം ഇവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ, നിലനിൽക്കുന്ന ജീവനിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാൻ നമുക്കൊരു നുറുങ്ങിയ ഹൃദയം ആവശ്യമാണ്. അവരെ പ്രകോപിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. പത്യോപദേശം. നിങ്ങൾക്ക് മനസ്സിലായ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഡിസിപ്ലിനിങ്, മറ്റൊന്ന് ഉപദേശം. അടിക്കേണ്ടടുത്ത് അടിക്കണം, പക്ഷേ അത് ഒരു വിവരവും ഇല്ലാതെ ചെയ്യരുത്. പഠിക്കാൻ പറയുന്നിടത്ത് പഠിക്കാൻ പറയണം. അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ CBSE 10ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ എന്ത് വലിയ ലഗേജും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഞാൻ ഈ ആന്ധ്രയിൽ പഠിപ്പിക്കാൻ പോയിരുന്നൊരു സ്കൂളിൽ, അപ്പോൾ അവരുടെ പിള്ളേരിരുന്ന് സ്റ്റഡി ടൈമിന് കാണാതെ പഠിക്കാം. വലിയ വലിയ ഗൈഡുകളാണ് കാണാതെ പഠിക്കുന്നത്. അവിടുത്തെ പഠിത്ത രീതി അതാ, ചുമ്മാ കാണാൻ പഠിക്കാം. ഞാനൊരു ദിവസം ഈ പിള്ളേരോട് പറഞ്ഞു, എൻ്റെ പിള്ളേരെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നാട് വിട്ടു പോയേനെ. ഈ പുസ്തകം പഠി, ടെക്സ്റ്റ് ബുക്ക് ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഗൈഡ് ഇത്രയുണ്ട്. കാണാൻ പഠിക്കുന്ന ഗൈഡ് മുഴുവൻ കാണാൻ പഠിക്കുക എക്സാം എഴുതാൻ വേണ്ടി. എന്തിനാ ഇവന്മാർക്ക് ഇത്രയും പണി കൊടുത്തേക്കെന്നറിയോ? ഈ പിള്ളേരുടെ പഠിത്തം എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? എന്തിനാ ഇത്രയും വലിയ പണി കൊടുത്തേക്കുന്ന ഈ ചെറുപ്പത്തിലെ? 4 വയസ്സാകുമ്പോഴേക്കും, അല്ല 3, അല്ല 2.5 വയസ്സാകുമ്പോഴേക്കും പ്ലേ സ്കൂള്, 3 ആകുമ്പോഴേക്കും LKG, UKG, 1ാം ക്ലാസ്. ഇവർ കുഞ്ഞുകാലം, നമ്മൾ പറയല്ലേ കുഞ്ഞുകാലം എൻജോയ് ചെയ്ത് നടക്കട്ടെ, 6 വയസ്സ് കഴിഞ്ഞ് വിട്ടാൽ മതി. എന്താ പ്രശ്നം എന്നറിയോ? എന്തിനാ ഇവർ ഇത്ര നിർബന്ധിച്ച് തലയിൽ ഈ ഭാരം എടുത്ത് വെച്ചിരിക്കുന്നത്? എന്തിനാ പഠിക്കാൻ പറയുന്നത്? എന്തിനാ രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ പറയുന്നത്? എന്തിനാ പറയുന്നത്? പിള്ളേർക്കറിയോ? വല്ല പിടിയുണ്ടോ പിള്ളേരെ?
എന്തിനാ ഇത്രയും വലിയ ഭാരം? എല്ലാവരും ഉറങ്ങും, എന്തോ കളികളിലൊക്കെയാണ്. നിങ്ങളോട് തന്നെ പറയാം, ഈ തക്ക സമയത്ത് അവരുടെ തലയിൽ എന്തെങ്കിലും നല്ല കാര്യമായിട്ട് നിറച്ചില്ലെങ്കിൽ അവിടെ മുഴുവൻ വളർന്നു വരുന്നത് ഈ വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ചിന്തകളായിരിക്കും. വെളിയിൽ നിന്ന് വരുന്നതായിരിക്കില്ല, ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കില്ല. അവരുടെ ഉള്ളിൽ വരുന്നത് ഒറ്റയ്ക്കിരുന്ന് അവരുടെ വികാരങ്ങൾക്കനുസൃതമായി ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവരായിട്ട് അവർ മാറും. പാപത്തിൻ്റെ ഗ്രിപ്പിനകത്തായി പോകും. അതുകൊണ്ടാണ് ദൂഷ്യങ്ങളില്ലാത്ത പഠനങ്ങളിലേക്ക് ഇവരെ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നേരമെങ്കിലും ഇവൻ്റെ തല പാപത്തിൽ ജനിച്ച പയ്യനാണല്ലോ. അപ്പം നാച്ചുറലായിട്ട് എന്തേ വരുള്ളൂ? പാപം വരുള്ളൂ. ഇപ്പം 3 വയസ്സുള്ളൊരു കൊച്ച്, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ, പാസ്റ്റർ ജോൺ തോമസ് ഞങ്ങളുടെ ചർച്ച വന്ന് പറഞ്ഞ, 3 വയസ്സുള്ളൊരു കൊച്ചിനെ, നല്ല പാവം കൊച്ചാ, പക്ഷെ അവൻ ഇഷ്ടമുള്ളൊരു സാധനം നിങ്ങൾ തട്ടിപ്പറിച്ചെടുത്ത് നോക്കി, അവൻ കരഞ്ഞ് ബഹളം വെച്ച് നിരത്ത് കിടന്നുകൊണ്ട് അവന് നിങ്ങളെയൊക്കെ ആരോഗ്യമുണ്ട്, നിങ്ങളെ തട്ടിയിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ദാറ്റ്സ് ദ ഈവിലിനെസ്. അവൻ്റെ തലയിൽ ആ സമയമെങ്കിലും പൈതഗോറസ് സിദ്ധാന്തമോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുണ്ടാക്കും. സോ ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ. അവരെ പഠിക്കാൻ നിർബന്ധിക്കുന്നതും ഇത്രയും സമയം ഈ പുസ്തകത്തിന് മുമ്പ് ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പുസ്തകത്തിന് മുമ്പ് ഇരിക്കാൻ പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് വിട്ടുപോയാൽ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വിട്ടുപോയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇങ്ങനെ പുസ്തകത്തിൻ്റെ കാലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പാപത്തെ തോപ്പിക്കാൻ ഈ പുസ്തകം കൊണ്ടൊന്നും കഴിയില്ല, അകറ്റി നിർത്താൻ മാത്രമേ പറ്റുള്ളൂ കുറേ നേരത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഡോക്ടറിൻ്റെ ഉപദേശമാണ് ഏറ്റവും പ്രധാനം. ആ പത്യോപദേശം ഇല്ലാതെ വേറെ എല്ലാം താൽക്കാലിക സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. ലോകത്തിനറിയാം പോയാൽ പ്രശ്നം എന്നുള്ള കാര്യം, അതുകൊണ്ട് ഇത്രയും പണി ഇവർക്ക് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്കറിയാം അങ്ങനെ നന്നായിട്ടും കാര്യമില്ല. ഈ ഉപദേശ രൂപം അവരുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ, ദൈവഭയം അവരുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ അവരെ നാളെ റിസ്റ്റോർ ചെയ്യാൻ അതിനേക്കാൾ പാടാണ്. കാരണം എത്ര വലിയ കുഴിലോട്ട് പോകുന്നോ അത്രയും പാടാണ് അവരെ പിന്നെ നാളെ വലിച്ചെടുക്കാൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പേരൻറ്റിങ് ദൈവം ചെയ്യേണ്ട കാര്യമാണ് നമ്മളിലൂടെ. നമ്മുടെ കഴിവുകൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും നടക്കില്ല. ദാറ്റ് ഗോഡ് ഹാസ് ടു ഡു. വി ഹംബ്ലി സബ്മിറ്റ് അവർസെൽസ് ആൻഡ് പ്രേ, ഓ ലോർഡ്, അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം കൊടുക്കണേ, അതിനു മുമ്പ് എനിക്ക് തരണേ. എൻ്റെ വാ തുറക്കുമ്പം ഭൂമിയിലെ മോഹങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ പോകാതെ സ്വർഗത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രത്യാശ എൻ്റെ മുഖത്തുനിന്ന് അവർ വായിക്കണത് പറയുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ആ എക്സൈറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നോൺ വെർബലാണ്. പിള്ളേർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. എന്തായിരുന്നു? എന്തോ സാധനം പിടിക്കുന്ന പറഞ്ഞാൽ കോക്കാച്ച്. കോക്കാച്ചി എന്നുള്ള വാക്കല്ല അവർ പിടിച്ചേക്കുന്നത്, അതിൻ്റെ പുറകിലെ ഫിയറാണ്. അതുപോലെ പ്രത്യാശ എന്ന് പറയുമ്പോൾ അവർ പിടിക്കുന്നത് പ്രത്യാശ എന്നുള്ള വാക്കല്ല, അതിൻ്റെ പുറകിലുള്ള ആ സന്തോഷമാണ്. അത് അവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് റിയലി നമുക്കുണ്ടായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? a+b² = a² + 2ab + b² എന്ന് പഠിപ്പിക്കാൻ അതിൻ്റെ ഫീലിംഗ് ഒന്നും വേണ്ട. a+b അങ്ങനെയൊന്നും പറയണ്ട, അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ പ്രത്യാശ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ നോട്ട് എൻജോയിങ് ദാറ്റ് ഹോപ്പ്, യു കനോട്ട് ടീച്ച് ദാറ്റ് ജോയ്. മനസ്സിലാകുന്നുണ്ടോ? ജോയ്, ഫിയർ, എല്ലാ ഇമോഷൻസും വി ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിസ്സഹായരാണ്. ഞങ്ങൾക്ക് പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ നൽകണമേ കർത്താവ്. ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുത്തുകൾ, കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ ചിപ്പിക്കകത്തുനിന്ന് അവരെ വലിച്ചെടുത്ത് കർത്താവ് അങ്ങയുടെ മുൻനിർണയപ്രകാരം, മുന്നറിവിനാൽ ദൈവമേ ഞങ്ങളുടെ കയ്യിൽ അവിടെ നിന്ന് ഏൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇതെല്ലാം അങ്ങയുടെ പ്രോപ്പർട്ടി, അങ്ങയുടെ സ്വന്തമാണ്. ഞങ്ങൾ കണക്ക് പറയേണ്ടതാ കർത്താവെ. അങ്ങ് തന്ന ധനമാണ് ദൈവമേ. അങ്ങയുടെ ഉപദേശത്തിൻ്റെ ട്രെയിനിങ്ങിൽ അവരെ വളർത്താൻ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഇതെല്ലാം അങ്ങയുടെ ശക്തിക്കായി, അങ്ങയുടെ ധനത്തിലായി ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ അങ്ങ് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.